ഒരു കൊച്ചുകുട്ടിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അവൻ ചൊല്ലുമ്പോൾ ഏറ്റവും നിസാരമെന്ന് കരുതാവുന്ന ഒരു കൃതി, പക്ഷേ കുറെ കൂടി പഠിച്ചു വരുമ്പോൾ ഉപനിഷത്ത് ബ്രഹ്മവിദ്യ, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മവിദ്യ തന്നെയാണ് ദൈവദശകത്തിലെ വിഷയം എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ആദ്യം ചൊല്ലുമ്പോൾ വളരെ ഈസിയാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് അല്ലെ, രണ്ടായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവം എവിടെ നിൽക്കുന്നു? ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. നമ്മൾ ദൈവത്തെ എപ്പോഴും ഇരുത്തുന്ന ഇവിടെയാ, ഏറ്റവും ഉയർന്നു നിൽക്കാനാണല്ലോ, ഭഗവാനെ ഏറ്റവും മുകളിൽ ഇരുത്താനാണ് നമുക്കെല്ലാം ഇഷ്ടം. അപ്പൊ ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ടുള്ള ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ ബ്രഹ്മവിദ്യയിൽ 3 വിഷയങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന് ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. നമ്മളെല്ലാം എവിടെ നിൽക്കുകയാണ്? ഈ ജഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ജീവൻ. ഈ ജീവൻ ആരെ പ്രാപിക്കണം? ഈശ്വരനെ പ്രാപിക്കണം. അതുകൊണ്ട് തന്നെ ഭഗവാനെ എവിടെ ഇരുത്താനാണ് ഇഷ്ടം? ഏറ്റവും ഉയർന്ന തലത്തില്. അപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? ഭൂമിയിൽ താഴെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മള് എവിടെ നിൽക്കുന്ന ഭഗവാനെ വിളിക്കുന്നേ? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇന്ന് ഞങ്ങളെ. അനുഷ്ടുപ്പ് എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഇതിന്റെ രചന. അനുഷ്ടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വരിയില് 8 അക്ഷരം വരണം. അങ്ങനെ 4 ശ്ലോകങ്ങൾ വരുമ്പോഴത്തേക്ക് 32 അക്ഷരം വരും. മൊത്തം 320 അക്ഷരങ്ങളാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ദൈവമേ എന്നുള്ള ഒറ്റ വിളിയില് അല്ലെ, അതിന് ഏത് ഭാഷയും തടസ്സമല്ല അല്ലെ. ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ ആദ്യമേ വിളിക്കുന്നതാണ് ദൈവമേ കാത്തുകൊള്ളുക അല്ലെ, ഞങ്ങളെ കൈവിടാതെ കാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സമയം പോലും പിടിവിട്ടേക്കല്ലേ. കാരണം ഭഗവാൻ എന്ന് തൊട്ട് നമ്മളെ പിടിക്കാൻ തുടങ്ങിയതാ. പിണ്ടതന്തി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. പിണ്ടതന്തി എന്ന് പറഞ്ഞാല് ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ ആ കരുവായി കിടക്കുന്ന അവസ്ഥ മുതലുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അവൻ അല്ല അവൾ, നമ്മളെല്ലാവരുടെ അവസ്ഥയാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ഭഗവാൻ പറയാണ് 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കൈയണയാതെ വളർത്തി കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ കാലം നിലച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം ഒരുപോലെ നയനങ്ങൾ വെച്ചു. എത്ര കാലം അവിടെ വെച്ച് നോക്കിയതില്ലേ. അമ്മ ഉറങ്ങി, അച്ഛൻ ഉറങ്ങി, ലോകത്തെല്ലാരും ഉറങ്ങിയപ്പോഴും കണ്ണിമ ചിമ്മാതെ നമ്മളെ കാത്തത് ആരാ കാത്തത്? ഭഗവാനാ. അത് 4, 5, 9 മാസം. പക്ഷെ ഇപ്പൊ ആ കണക്കൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും 9 മാസമൊന്നും 9 മാസം 9 ദിവസവും 9 നാഴിക 9 വിനാഴിക എന്നൊരു കണക്കൊക്കെ പഠിച്ച് നമ്മൾ വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് അവര് 9 മാസമൊന്നും എടുക്കുന്നില്ല. അപ്പൊ എന്തായാലും കിടക്കുന്ന അത്രയും സമയവും ഒരുപോലെ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിൽ അണയാതെ അല്ലെ. അമ്മ ചെറുതായിട്ടൊന്ന് വീണാ മതിയായിരുന്നു അല്ലെ. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാല് നമ്മൾ മുന്നിന്നുണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പൊ അങ്ങനെ കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി ആ ഭഗവാനോട് ജീവിതത്തിൽ ആദ്യം നന്ദി പറയണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ആൾക്കാരോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആദ്യം നന്ദി പറയേണ്ടത് ആരോടാണ്? ഭഗവാനോട് തന്നെയാ. കാരണം പറഞ്ഞല്ലോ, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിത് വളർന്നതോ വിചിത്രം എൻ തമ്പുരാന്റെ കളി. ഇതൊക്കെ ആട്ടക്കളിയാണ്, എന്റെ തമ്പുരാന്റെ കളിയാണ് എന്നറിഞ്ഞാൽ പിന്നെ അവിടെ അന്ധത്വമില്ല, അജ്ഞതയില്ല, അറിവില്ലായ്മയില്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം ഭഗവാനോട് നന്ദി പറയാനായിട്ട് പഠിച്ചു. രണ്ടാമത് ആരോട് നന്ദി പറയണം? രണ്ടാമത് ആരോട് നന്ദി പറയേണ്ടത്? എല്ലാരും പറയാം അമ്മയോട് അല്ലെ. അമ്മയോട് പറയണം, ശരിയാ. അമ്മ മാത്രം മതിയോ? ആ അമ്മയും അച്ഛനും 2 പേരോട്. കാരണം രേതസ്സു തന്നെ ഇത് രക്തമോടും കലർന്നു നാദം തിരണ്ടു. അപ്പൊ രേതസ്സും രക്തവും കൂടി കലർന്നാലും അവിടെ കുട്ടി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്ത് സംഭവിക്കണം? നാദം തിരണ്ടു, അതിലേക്ക് ഈശ്വരൻ പ്രവേശിച്ചു. അന്ന് മുതലാണ് നമ്മുടെ യാത്ര
ജീവിതയാത്ര തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അച്ഛനോടും അമ്മയോടും രണ്ടാമതായിട്ട് നന്ദി പറയണം. മിക്കവാറും അമ്മയുടെ മഹത്വമൊക്കെ എല്ലാവരും പറയാറുണ്ട് അല്ലെ, പക്ഷെ അച്ഛൻ അവിടെ ഒരു അപ്രസക്ത അപ്രധാന കഥാപാത്രമായിട്ടാണ്. അമ്മയുടെ പേറ്റെന്നതിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് കവികളൊക്കെ ഉണ്ട്. ശങ്കര ഭഗവത്പാദർ പറയും, ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത നൈരോജ്യം ശോഷണം മലമയേ ശയ്യാജ സാംവത്സരേ ഏകസ്യാവിനഗർഭഭാരഭരണ ക്ലേശസ്യക്ഷമോ ധാതും നിഷ്കൃതിമുന്നതോ വിധനയത്തസ്യൈ ജനന്യൈ നമഃ. എന്റെ അമ്മ അനുഭവിച്ച പെറ്റുനോവിന് പകരമായിട്ട് തുല്യം വയ്ക്കാൻ എത്ര ഉന്നത കുലജാതനാണെങ്കിലും അല്ലെ, ഏത് വലിയ സ്ഥാനത്തിരിക്കുന്ന പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും അമ്മയുടെ പേറ്റുനോവിന് പകരം വയ്ക്കാനായിട്ട് ഈ ലോകത്ത് ഒരു മക്കൾക്കും പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന് പറയും ഇല്ലേ. അപ്പം അമ്മയോട് നന്ദി പറയണം. അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ സ്നേഹം പ്രകടിപ്പിക്കാറില്ലെങ്കിലും അച്ഛൻ കൊണ്ട് വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് പറയില്ലേ. അപ്പൊ അച്ഛനോടും അമ്മയോടും നന്ദി പറയാനായിട്ട് പഠിക്കണം. പിന്നെ ആരോടൊക്കെ നന്ദി പറയണം? ഈ പ്രകൃതിയോട് നന്ദി പറയണ്ടേ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇപ്പൊ നമ്മൾ എത്ര വായു ഒരു ദിവസം വല്ല കണക്കും ഉണ്ടോ? പക്ഷെ ഈ കണക്കൊക്കെ സൂക്ഷിച്ചു വെച്ചായിരുന്നല്ലോ എപ്പോഴാ? ആ കൊറോണ സമയത്തെ ഓക്സിജൻ സിലിണ്ടറൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് നമ്മളെ കിടത്തിയില്ലേ. അപ്പൊ ആശുപത്രിക്കാരൊരു ബില്ല് തന്നു, ഇത്ര രൂപയുടെ ഓക്സിജൻ സ്വീകരിച്ചു എന്നല്ലേ. അങ്ങനെയെങ്കിൽ ഈ പ്രകൃതിക്ക് നമ്മൾ എത്ര രൂപ ഒരു ദിവസം കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ പ്രകൃതി എന്തെല്ലാം തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയോട് നന്ദി പറയണം. ഇപ്പൊ ഇടത്തിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭഗവതിയെ ഇവിടെ വിഗ്രഹത്തിൽ കണ്ടു അല്ലെ. അപ്പൊ ശരിക്കും ഭഗവതി അല്ല, അമ്മ പഠിപ്പിക്കുന്ന എന്താണ്? അമ്മ എവിടെയൊക്കെ കാണാന്നാ പറയുന്നേ? മീനായതും ഭവതി മാനായതും ജനനി നീനാദവും നഖഗഖം താനായതും ധര നരി നാരിയും നരനും ആനാദവും നരകവും മീനായതും ഭവതി എന്ന് വെച്ചാല് ജലത്തിൽ നീ എന്തിനെയൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ആരാണ്? അമ്മയാണ്, അമ്മയുടെ ചൈതന്യാണ് അല്ലെ. ഇനി മീനായതും ഭവതി മാനായതും എന്ന് വെച്ചാൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും. നമ്മൾ എത്രയൊക്കെ കൊമ്പന്മാരെ പറയുന്നുണ്ടോ, അല്ല വന്യമൃഗങ്ങളുടെ ലിസ്റ്റ് ഇട്ട് നമ്മൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ, അവരൊക്കെ ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. അങ്ങനെ കുറെ ലിസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മീനായതും മാനായതും നഖമായതും ഖഗമായതും എന്ന് വെച്ചാൽ പക്ഷിയായതും പറവയായതും എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാ നരനായതും നാരിയായതും. അവസാനം പറയാം ആരാണ്? ഈ ഞാനായതും. അതിലേക്കായിട്ടോ എത്തിച്ചേരണ്ടേ. അപ്പൊ അമ്മയെ തൊഴുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാനായതും ഭവതി ഹേനാദരൂപിണി അഹോ നാടകം നിഖിലവും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്ത് മനസ്സിലായി? ഈ ലോകത്ത് അമ്മയുടെ അല്ലെ ചൈതന്യാണ് എവിടെ നമ്മൾ നോക്കിയാലും കാണുന്നത്. ഈശാവാസ്യം ഇതം സർവ്വമിഞ്ച ജഗത്യാം ജഗത് എന്ന് ഉപനിഷത്ത് പറയും. അതിന് മലയാളീകരിച്ചുകൊണ്ട് നാരായണ ഗുരുദേവൻ പറയും, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്കനേ മുക്തനായി. ഈശൻ വസിക്കുന്നു എല്ലായിടത്തും, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ നമുക്ക് ഒറ്റ പേരിട്ട് വിളിക്കാം. അതാണ് ഇവിടെ വിളിച്ച ദൈവമേ അല്ലെ. ദിവ എന്ന പദത്തിൽ നിന്നാണ് ദൈവം. ദിവം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്. അപ്പൊ ഈശ്വരൻ ആരാണ്? പ്രകാശ സ്വരൂപനാണ്. പ്രകാശ സ്വരൂപനെ ആ ഈശ്വരനെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് കഴിയും? അനുഭവിക്കാനേ പറ്റുള്ളൂ. ഈശ്വരനെ എങ്ങനെ കാണാൻ കഴിയുന്നത്? കണ്ണില്ല, മൂക്കില്ല, നാക്കില്ല, തൊക്കില്ല, ചെവി, ഇങ്ങനെയുള്ള ആ ഒരു രൂപത്തെ എന്ന് വെച്ചാൽ യാതൊരു രൂപവും ഇല്ല. ഈശ്വരൻ രൂപരഹിതനാണ്. പക്ഷെ രൂപമില്ലാത്ത ഒന്നിനെ ഉപാസിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നല്ല സുന്ദരീ സുന്ദരന്മാരായിട്ടുള്ള നല്ല ദേവീദേവന്മാരെയൊക്കെ
നമ്മുടെ കൃഷ്ണനെയൊക്കെ കണ്ടല്ലേ, കൃഷ്ണനെയൊക്കെ അങ്ങോട്ട് ഒരുക്കി ഇരുത്തിയിരിക്കുന്ന കണ്ടാല് കൃഷ്ണൻ ആ രാസകേളിക്കൊക്കെ തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കും അല്ലെ ഭഗവാൻ. അപ്പൊ ആ രൂപമൊക്കെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരെയൊക്കെ ഇറക്കി വിടാൻ ഇങ്ങനെയുള്ള രൂപങ്ങൾ നല്ലതാ. കാരണം ഇപ്പൊ ഉള്ളിലൊക്കെ ആരാ നിറഞ്ഞിരിക്കുന്നത്? വേണ്ടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അവരെയൊക്കെ അവിടെ മാറ്റിയിട്ട് ആരെ പ്രതിഷ്ഠിക്കണം? ഏതെങ്കിലും രൂപത്തെ ഉപാസിച്ചേ പറ്റുള്ളൂ. കൃഷ്ണന്റെ എപ്പോഴും ആരെ സ്തുതിക്കും? കൃഷ്ണനെ കാണും. ശിവന്റെ ഭക്തരാകും, ആ ശിവനെ ഉള്ളിൽ കാണും. ദേവി ഭക്തന്മാരാകുമ്പോ ദേവിയെ, അതുപോലെ തന്നെ ദേവിയെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾക്ക് സരസ്വതി, കുറച്ച് കഴിയുമ്പോ ലക്ഷ്മി, അന്നപൂർണ, അവസാനം ഭദ്രകാളിയിലെ ഒരേ ആള് തന്നെയാണ്. അവിടെ ആള് മാറിയോ? പക്ഷെ ഭാവങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ ഒന്നിനെ തന്നെ പലതായിട്ട് കാണുകയാണ്. അപ്പൊ ദൈവമേ എന്നുള്ള വിളിയിലൂടെ ഭഗവാൻ പറയാണ്, ഞാനും ഭഗവാനും രണ്ടായിട്ട് നിൽക്കുക. ദൈവദർശനം തുടങ്ങും. ഗുരുവിന്റെ ഏത് കൃതികൾ എടുത്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാകും, തുടങ്ങുമ്പോ രണ്ടായിട്ടാ നിൽക്കുന്നത്. ഞാനും ഈശ്വരനും രണ്ടായിട്ട് നിൽക്കുക. ഇനി ദൈവദർശനത്തിന്റെ അവസാനമായിട്ട് വരുമ്പോ എന്നാ, ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേന്ന് തുടങ്ങി ആഴമേറുന്ന നിന്റെ മഹസ്സാകുന്ന ആഴിയിലേക്ക് ഞങ്ങളാകവേ ആഴണം എന്ന് വെച്ചാൽ ഇപ്പൊ എത്ര നദികളുടെ പേര് നമുക്കറിയാം ഇല്ലേ? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, കാവേരി, സിന്ധു, ഇതെല്ലാം നമുക്ക് അറിയാം. പക്ഷെ ഇവരെല്ലാം ഒഴുകി എവിടെ ചെല്ലും? അവസാനം എവിടെ ചെല്ലും? കടലിൽ ചെല്ലും. കടലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഗംഗയാണ്, ഞാൻ ബ്രഹ്മപുത്രയാണ്, ഞാൻ കാവേരിയാണ്, അവിടെ വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളാവുന്ന ഓരോ ജീവാത്മാക്കളും ചെന്നെത്തിച്ചേരേണ്ടത് ഭഗവാനിലേക്കാണല്ലോ. ലക്ഷ്യം അതാണല്ലോ അല്ലെ? ആയിരിക്കണം കേട്ടോ. ഇനി ഇവിടെ വരാനായിട്ട് ആരും ദയവ് ചെയ്ത് ആഗ്രഹിച്ചേക്കരുത്. ആഴമേറുന്ന നിന്റെ മഹസ്സാകുന്ന ആഴിയിലേക്ക് ഞങ്ങളാകുന്ന ഓരോ ജീവനും ആഴണം, അവിടെ തന്നെ വാഴണോന്നാ. എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഇങ്ങോട്ട് വരണോ? അപ്പൊ ഏറ്റവും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എവിടെയാണ്? പറയുമല്ലോ, ഭാഗവതമൊക്കെ കേൾക്കുമ്പോ നമ്മൾ പഠിക്കുന്ന തന്നെയാ, ഏത് ചിന്തയോടെയാ ഇവിടുന്ന് പോകുന്നത് അതനുസരിച്ചൊരു ജന്മം എടുക്കേണ്ടി വരുമോന്നല്ലേ. അപ്പൊ ഏത് ചിന്തയോടെയോ പോകുന്ന വെച്ചാൽ ആ ചിന്ത അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പൊ സപ്താഹമൊക്കെ കേട്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഹരിനാമകീർത്തനം പോലെയുള്ള നല്ല നല്ല വേദാന്തപരമായിട്ടുള്ള കൃതികളൊക്കെ ചൊല്ലി അതൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഔദുംബരത്തിൽ മശകത്തിനു തോന്നുകതാസുഖമില്ലൽപരിചേതോ വിമോഹിനി മയക്കായികമായതവദേഹോഹി. ആ നാരായണ എന്താ പറയുന്ന, ഔദുംബരത്തിൽ മശകത്തിനു തോന്നും. ഈ അത്തിപ്പഴം കഴിക്കുന്ന അത്തിമരത്തിന്റെ കാ പഴുത്ത് കഴിയുമ്പോൾ അത് കഴിക്കാനായിട്ട് ധാരാളം പുഴുക്കൾ അതിനകത്തുണ്ടാവും. അപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പുഴുവിന്റെ ധാരണ എന്താ? ഇതിനപ്പുറം വേറൊരു ലോകം ഇല്ല എന്നാണല്ലേ. അപ്പൊ അങ്ങനെയാണോ? അല്ല. അപ്പൊ ഔദുംബരത്തിൽ മശകത്തിന് തോന്നും, ഇതിന്മീതെ കഥാപി സുഖമില്ല. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മായ പിടികൂടുന്ന. മായ എന്ന് പിടികൂടുകയാന്ന് ചോദിച്ചാല് നമുക്കെല്ലാം അറിയാം, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങോട്ട് പോരാതൊക്കെ ഒരു സമയമാകുമ്പോണ്ടല്ലോ ഈശ്വരൻ നമ്മളോടൊരു കരുണ കാണിക്കുമെന്നാ. നമ്മുടെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണിക്കും അത്ര ഏതൊക്കെ ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. എല്ലാം ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പൊ ഒരു സ്ക്രീനിൽ എന്ന പോലെ ഏതൊക്കെ ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് കാണിക്കുമ്പോ നമ്മൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കും അത്ര, എന്റെ ഭഗവാൻ ഇനി ഒരു ജന്മം എനിക്ക് വേണ്ടാന്ന് അവിടെ വെച്ച് പറയുമെന്ന. അപ്പൊ ഭഗവാനോടൊരു വാക്കുകൾ കൊടുക്കും, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഭഗവത്പാദാരവിന്ദങ്ങളിൽ ചേരാനുള്ള സകല കർമ്മങ്ങളും ഞാൻ ചെയ്തു കൊള്ളാന്നൊരു വാക്കെടുത്തിട്ട് ഇവിടുന്ന് പോകുന്നത്, അവിടുന്ന് പോകുന്നതേ. പക്ഷെ പറ്റുന്ന പ്രസവ സമയത്ത് തലയും കുത്തിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതില് തന്നെ ഒന്നാമത്തെ മറവി സംഭവിച്ചു. രണ്ടാമതായിട്ടുള്ളേ എന്ന് പറഞ്ഞ്
കരയുമെന്ന. ഈ രണ്ട് കാര്യം കൊണ്ട് എന്ത് പറ്റും? ഒരാള് നമ്മളെ അന്നേരം പിടിച്ചാണ്ട പേരാണ് മായ. ആ മായ എപ്പോഴും വിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ദേവദർശനത്തില് ഗുരു പറഞ്ഞു, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. പിന്നെ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നാലാമതൊരു ഓപ്ഷൻ പറയുന്നുണ്ട്, മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അല്ലേ? അപ്പൊ നീ മായയാണ്, മായാവിയാണ്. ആ മായാവിനോദൻ നമുക്ക് പറയത്തില്ല, എന്തിനെന്നെ ഇങ്ങനെ മായയാ സിന്ധുവേ, ആ ഇട്ട് വട്ടം കറക്കുന്നല്ലേ, എന്തിനെന്നെ മായയാം സിന്ധുവേ. ബാക്കി ചൊല്ലിക്കേ. ആ ചൊല്ലിക്കോണം എപ്പോഴും കേട്ടോ. അതിന് വേണ്ടിയ എന്തിനാണ് എന്നെ ഈ മായയായ സിന്ധുവിലിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത്? അപ്പൊ മായ കാട്ടുന്നത് നീയാണ്. ഈ മായ കണ്ടതിൽ വിനോദിക്കുന്ന ആരാണ്? നീ തന്നെയാണ്. എന്നിട്ട് മായാവി, ഇതൊക്കെ നടത്തുന്ന മായാവി ആരാ? നീ തന്നെയാണ്. അവസാനത്തെ ഓപ്ഷൻ എന്താണ്? മായയെ നീക്കിയിട്ട് സായുജ്യം. നമുക്ക് എന്നാ ജീവിതത്തിൽ വേണ്ടിയത്? സായുജ്യം വേണം. എല്ലാവർക്കും വേണ്ടിയത് മോക്ഷ ആണല്ലോ. അതെപ്പോ കിട്ടും? ജീവിച്ചിരുമ്പോ അതിനുള്ള വഴിയൊക്കെ തേടണം കേട്ടോ. അതിലാണ് സപ്താഹ വേദികളിൽ അതുപോലെ സത്സംഗ വേദികളൊക്കെ വെക്കുന്നത്. നമ്മുടെ പൂർവജന്മ സുഹൃതം കൊണ്ടോ അല്ലെ, പൂർവജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ജന്മത്തിൽ ദുഃഖങ്ങൾ വരുമ്പോ നമ്മൾ ആദ്യം ആരെ പഴി പറയും? എന്നാലും അല്ലെ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചതാ, എന്തെല്ലാം വഴിപാടുകൾ നടത്തിയ, എന്നിട്ട് എനിക്ക് മാത്രം എന്താ? ബാക്കി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ്, അമ്പലത്തിലും പോകത്തില്ല, പ്രാർത്ഥിക്കത്തും ഇല്ല, ഇതൊന്നും ഇല്ല, എന്നിട്ട് അവർക്ക് ഒരു ദുഃഖോ. എന്താ കാര്യം? നമ്മൾ കൊണ്ടുവന്ന കുറെ സാധനങ്ങളുണ്ടേ, അതാണ് സ്ക്രീനിൽ എന്ന പോലെ അവിടെ വെച്ച് കാണിച്ചെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ ജന്മങ്ങള് എടുത്തിട്ടുണ്ട്. അന്നേരം അത് കണ്ടു പേടിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഇനി ഞാനൊരു വരവ് ഇങ്ങോട്ട് വരില്ല. അല്ലെ? ശങ്കരഭഗവത് പറയത്തില്ലേ, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേശയനം. പുനരഭിജനനം പുനരഭിമരണം, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, ഇങ്ങനെ ഈ ചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോവുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഇനി ജന്മം എടുപ്പിക്കല്ലേ നാരായണ കൃഷ്ണ മുരാരേ. പ്രാർത്ഥിക്കാറില്ലേ? ഇനി ജന്മം ചൊല്ലുന്നില്ല, ചൊല്ലിക്കോണം കേട്ടോ. ഇനി ജന്മമെടുപ്പിക്കരുതേ നാരായണ കൃഷ്ണ മുരാരേ. സാധാരണഗതിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നത് മരണ വീട്ടിലാട്ടോ. കാരണം നാട്ടുകാരൊക്കെ പോയിരുന്നു ചൊല്ലും, ഭഗവാനെ ഇനി ഒരു ജന്മം എടുപ്പിക്കാൻ ഇടയാകരുത് കേട്ടോ. ആരെ കൊണ്ട്? ഈ കിടക്കുന്ന ആളെ കൊണ്ട്, അത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നോ? വേണ്ട. ജീവിച്ചിരിക്കാൻ നമ്മൾ പറയണം, എന്റെ ഭഗവാൻ ഈ ഒരു ജന്മം എടുത്ത് ഇവിടെ വരാനായിട്ട് വയ്യ, അല്ലെ? ഇപ്പൊ ഗർഭപാത്രത്തിൽ കിടന്ന കാര്യം പറയാം, അവിടെ ഒരു സുഖവും ഇല്ലായിരുന്നു എന്നാ. പക്ഷെ നമ്മൾ പറയുമ്പോ എങ്ങനെയാ പറയുന്നേ? ഇവിടെ നല്ല സുഖകരമായിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൊക്കെ അങ്ങനെ സുഖമായിട്ട് എല്ലാ സുഖ സൗകര്യത്തോടും കൂടി അമ്മയുടെ അല്ലെ പുക്കൾ വഴി എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു എന്നാ. പക്ഷെ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയും, ആധോകർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃവൃക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യ മധ്യേ കൊദയതി നിതരാം ജാഠരോ ജാതവേദ. ആധോ കർമ്മ പ്രസംഗാത്, ആദിയില് കർമ്മം കൊണ്ട് എനിക്കൊരു ജന്മം എടുക്കേണ്ടി വന്നു. നമ്മൾ പറയത്തില്ല, ജന്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തത് കർമ്മം മൂലം, കർമ്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ. ആ രാഗം മൂലല്ലേ അതിങ്ങനെ അതിന്റെ തുടർച്ച. എന്ത് രസാ സത്യം പറയുന്ന ആധ്യാത്മികത എന്നൊക്കെ പറയല്ലേ. അത് അതിന്റെ സുഖം അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയാ, പഞ്ചസാരക്ക് നല്ല മധുരം കേട്ടോ. ആർക്കെങ്കിലും മധുരം കിട്ടിയായിരുന്നോ? ഇല്ല. കിട്ടുന്ന എന്ത് ചെയ്യണം? നമ്മളത് നാവിലിട്ട് ആസ്വദിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ എത്രയോ ഗ്രന്ഥങ്ങള്, ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതിന്റെ അർത്ഥത്തോടും കൂടിയൊക്കെ പഠിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സുഖം. ഇത്ര ഭംഗിയായിട്ട് ഋഷീശ്വരന്മാര് ഈ സത്യത്തെ നമുക്ക് വിളിച്ച് തന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് വേണോ? നമുക്കതൊന്നും വേണ്ട. കാരണം ഭൗതികമായിട്ട് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, എങ്ങനെ സുഖകരമായിട്ട്
എനിക്കും എന്റെ ചേട്ടനും എന്റെ പിള്ളേർക്കും എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീട് മനസ്സിലാകും ഭഗവാൻ അതിനൊരു മുന്നറിയിപ്പ് തരും കേട്ടോ. എന്താണെന്നറിയാവോ? പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, കരളീന്നു കളഞ്ഞു കരം കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ഈ 5 പേരുണ്ടല്ലോ നിന്നെ നന്നാവാൻ സമ്മതിക്കില്ല. ആരൊക്കെയാ? പൊരുള്, ഉടമ്പ്, മക്കള്, ഉയർത്തിരൾ എന്ന് വെച്ചാൽ ശരീരം, എന്റെ സമ്പത്ത്, മക്കള്. അല്ലെ, മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിതം മുഴുവൻ. ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി ജീവിക്കും. പിന്നെ എപ്പോഴും മനസ്സിലായി ഇവരൊന്നും എന്റേതല്ലായിരുന്നു എന്ന്. നാളെ ഒരു ടാറ്റ പറഞ്ഞു പോയപ്പോഴാണ് മനസ്സിലായത്. എന്നാലും ഇതൊന്നും എന്റേതല്ല കേട്ടോ. പക്ഷെ ഞാൻ എന്റേതാണെന്ന് പറഞ്ഞങ്ങോട്ട് തെറ്റിദ്ധരിച്ചു പോയി. അതാണ് ഈ ദുഃഖത്തിനെല്ലാം കാരണം. അപ്പൊ പറഞ്ഞ ആദോ കർമ്മപ്രസംഗാത്, കർമ്മം കൊണ്ട് എനിക്കൊരു ജനനിയുടെ ജഡരത്തിൽ പോയി ശയിക്കേണ്ടി വന്നു. കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃക്ഷോസ്ഥിതമ്മ. പക്ഷെ കിടന്നത് എവിടെയാ? വിൺമൂത്രാമേധ്യമധ്യേ. ഇവിടെ കിടന്നപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു? മലത്തിലും മൂത്രത്തിലും കേട്ടോ കിടന്നത്. മലത്തിലും മൂത്രത്തിലും കിടന്നതെങ്കിൽ അവിടെ എന്തൊക്കെ കാണും? കൃമികീടങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. ഇതൊക്കെ വന്ന് എന്നെ കടിച്ചു കേട്ടോ. കടിച്ച് പലതരത്തിൽ എന്നെ വേദനിപ്പിച്ചപ്പോ പോലും ഞാൻ ആരെ വിളിച്ചില്ല? ശിവാന്ന് വിളിക്കാൻ എനിക്ക് തോന്നിയില്ല എന്നാ പറഞ്ഞത്. ആദോ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃപുരുഷോസ്ഥിതമ്മ പിൻമൂത്രാമേധ്യമധ്യേ കൊതയതിരാൻ ജാടരോട് ജാതവേദ. ഈ ദുഃഖം വന്നപ്പോഴും ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ എന്ന് ആരും വിളിച്ചില്ല. നമുക്ക് ആർക്കും വിളിക്കാൻ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ പറഞ്ഞല്ലോ, സ്ക്രീനിൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപമൊക്കെ കാണിച്ചു തന്നപ്പോഴ് നമ്മൾ അവിടെ വെച്ച് വാക്ക് കൊടുത്തു, ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നടപ്പൊക്കെ നടന്നോളാം, സദാസമയം ആരെ സ്മരിച്ചോളാം? ഈശ്വരനെ സ്മരിച്ചോളാം എന്നൊക്കെ വാക്ക് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ആര് പിടിച്ചു? മായ കയറി പിടിച്ചു. അപ്പൊ മായ പറഞ്ഞ ഇപ്പൊ നീ അങ്ങനെ നന്നാവണ്ട കേട്ടോ, കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമ്മളൊരു നല്ല കാര്യം തുടങ്ങാൻ ഇറങ്ങിയാൽ നമുക്ക് പ്രതിസന്ധിയുടെ ഒരു ഘോഷയാത്ര നമ്മുടെ ഒപ്പം കൂടും. അന്നേരം മനസ്സിലായാൽ മതി ഇത് ആര് കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ളവർ എന്ത് പറയണം? അമ്മയോട് പറയണം, ഇല്ലാതമായിടുല്ലാസമൊന്നും അറിവല്ലാതെയില്ലനിലും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാതി അറിവാ. മായോട് പറഞ്ഞ പോയി പണി നോക്കാം കേട്ടോ. കാരണം ഇല്ലാത്തതിനെയൊക്കെ ഉണ്ടാക്കി കാണിച്ച് എന്നെ നന്നാവാൻ സമ്മതിക്കാത്ത ആളാണ് മായ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താ? കൃഷ്ണനോട് പറയണം അല്ലെ. കൃഷ്ണനോട് എന്റെ ഭഗവാൻ എനിക്ക് വേറൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ലിസ്റ്റുമായിട്ടൊന്നും ഇവിടെ വരണ്ട. ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞാൽ മതി? എന്റെ അജ്ഞത മാറ്റിത്തരണം, എന്റെ അറിവില്ലായ്മ മാറ്റിത്തരണം. അതാണ് ഭഗവാനോടാണേലും ഭഗവതിയോടാണേലും പ്രാർത്ഥിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്, എന്റെ ഉള്ളിലുള്ള അറിവില്ലായ്മയെ, അജ്ഞതയെ മാറ്റണം. പകരം നമ്മൾ വലിയ ലിസ്റ്റും ഒക്കെ ആയിട്ടാണ് അല്ലെ, എന്റെ ഇന്ന കാര്യം സാധിക്കാമെങ്കിൽ ഞാൻ ഇന്ന കൃഷ്ണൻ ഇന്ന കൊടുത്തോളാം കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ഉടമ്പടി വെച്ചിട്ടാണ് ഭഗവാനോട് പ്രത്യേകിച്ച് വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. എല്ലാം അറിയാവുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്റെ അജ്ഞത മാറ്റണമെന്നാ. അതാ പറഞ്ഞു വരുന്നത്. അപ്പൊ അവിടെ വെച്ച് വാക്ക് കൊടുത്തു, വാക്കെല്ലാം മാറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ അഗൈൻ ശങ്കരൻ കോക്കനട്ട് ട്രീ എന്ന് പറയും. ശങ്കരൻ പിന്നെ തെങ്ങ് നന്നാവാൻ തീരുമാനിച്ച, പക്ഷെ മായ എന്നെ പിടികൂടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭഗവാനെയൊക്കെ അങ്ങോട്ട് മറന്നു. അപ്പൊ ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ വിളിച്ചില്ല, പുറത്തേക്ക് വന്നു. ബാല്യാണല്ലോ. ബാല്യേ ദുഃഖാതിരേകോ മലലുളിതവപുസ്തന്യമാനാപിപാസ. ബാല്യത്തില് മുഴുവൻ എന്റെ ശ്രദ്ധ എവിടെയാണ്? മറ്റുള്ള കൂട്ടുകാരോടൊത്ത് കളിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അല്ലെ. ഇങ്ങനെയുള്ള ചിന്ത വന്നപ്പോഴും ഞാൻ ആരെ വിളിച്ചില്ല? ഭഗവാനെ വിളിച്ചില്ല. ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ. പിന്നെ കൗമാരത്തിൽ പറയുകയും വേണ്ട. അന്നേരം ഭഗവാനെ പ്രതിഷ്ഠിക്കാനാണോ സമയം? ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വേറെ പലരും പ്രതിഷ്ഠാവിധമാകും. അന്നേരം ഞാൻ ഭഗവാനെ വിളിച്ചില്ല. പിന്നെ യൗവനായപ്പോഴോ എന്റെ ഏറ്റവും അഹങ്കാരമുള്ള സമയമാണ്. പ്രൗഢോഹം യൗവനസ്തു. ഏറ്റവും അഹങ്കാരം നമുക്ക് എപ്പോഴാ?
യൗവനത്തിലാ അല്ലെ? ജ്ഞാനെന്ന ഭാവം ഏറ്റവും മുന്തി നിൽക്കുന്ന സമയമാണ് യൗവനം. അപ്പോഴും ആരെ വിളിച്ചില്ല. പിന്നെ എപ്പോഴാ വിളിക്കണമെന്ന് തോന്നിയത്? ഒരു 10-60 ആയപ്പോഴാണ് മനസ്സിലായി ഇനിയിപ്പൊ ആരെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ, ഭഗവാനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ വാർദ്ധക്യശ്ചേന്ദ്രിയാണാം വിഗതഗതിമതി. വാർദ്ധക്യം ആവുമ്പോ വിളിക്കാന്ന് കരുതിയപ്പോ എന്ത് സംഭവിച്ചു? എന്റെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പഴയ പോലെയുള്ള പവർ ഒന്നുമില്ല കേട്ടോ. അപ്പൊ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. അഗ്രേ പശ്യാമി ദേവോ നിബിഡധരകളായ ലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തതുവരെ കൈശോര വേഷല്ലേ താരുണ്യാരംഭരമ്യം പറയില്ലേ മേൽപ്പത്തൂര് കണ്ട കൃഷ്ണനെ കുറിച്ചൊക്കെ പഠിക്കണമെന്നും പാടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പഴയ പോലെ അങ്ങോട്ട് ആ ഇന്ദ്രിയങ്ങളും മനസ്സൊന്നും സമ്മതിക്കുന്നില്ല എന്നാ. അപ്പൊ വാർദ്ധക്യമാവുമ്പോ എന്ത് പറ്റും? ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശോഷണം സംഭവിക്കും. അപ്പൊ ശോഷണം സംഭവിക്കുമ്പോൾ നമുക്ക് ഓർമ്മ കുറയും, പഴയ പോലെ മനസ്സിലൊന്നും നിൽക്കില്ല. അപ്പൊ അതിന് എപ്പോ തൊട്ട് തുടങ്ങണമായിരുന്നു ഈ പരിപാടി? ആ ഗർഭത്തിൽ കിടക്കും അല്ലെ? ഗർഭത്തിൽ കിടക്കുമ്പോൾ പഠിച്ച കുട്ടികളെയൊക്കെ നമുക്ക് അറിയരുതോ? ഇപ്പൊ നിങ്ങൾ ഭാഗവതം കേൾക്കുമ്പോൾ പ്രഹ്ലാദൻ അല്ലെ? പ്രഹ്ലാദൻ എവിടെ കിടന്നാ സകലതും പഠിച്ചത്? നാരദ മുനിയുടെ ക്ലാസ് മുഴുവൻ കേട്ടത് അല്ലെ? നാരദ മുനി കയാധുവിനാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും കേട്ടതാരാണ്? പ്രഹ്ലാദൻ. കയാധു ഉറങ്ങിപ്പോയി. നമ്മുടെ പ്രഭാഷണ വേദി പോലെയാ, ഫ്രണ്ടിൽ വന്നിരുന്ന് സുഖമായിട്ട് ഉറങ്ങും. പ്രഭാഷണം കഴിയുമ്പോൾ പറയും സൂപ്പർ ആയിരുന്നു അല്ലെ? ആ എന്ന് പറഞ്ഞാല് കയാധുവിനാണ് തത്വങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും കേട്ടതാരാണ്? ആ വയറ്റിൽ കിടന്ന് പ്രഹ്ലാദനാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പറഞ്ഞു നാരായണ നാരായണ. പ്രഹ്ലാദൻ നോക്കിയപ്പം അല്ല ഹിരണ്യകശിപു നോക്കിയപ്പം മകൻ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ജനിച്ചപ്പോ മുതല് ഈ നാരായണ നാരായണ. നമ്മൾ പറയുന്ന എന്റെ കുട്ടികളൊന്നും ഇപ്പൊ നാമം ജപിക്കുന്ന സംസ്കാരം ഇല്ല എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോള് ഹിരണ്യകശിപു പറയും എന്റെ മകൻ ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാല് അവനെപ്പോഴും ഈ നാരായണ നാരായണ. അതൊക്കെ വലിയ പാഠങ്ങളാ കേട്ടോ. കാരണം ഗർഭത്തിൽ കിടക്കുമ്പോഴ് അമ്മയുടെ ചിന്ത, അമ്മ എന്താണോ കഴിക്കുന്നത്, അമ്മയുടെ ചിന്തകള്, അമ്മ ഏതൊക്കെ വഴി, ഇതെല്ലാം ആര് ഗ്രഹിക്കുന്നുണ്ട്? ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി. ഇപ്പൊ ഭാഗവതത്തില് തൃതീയ സ്കന്ധം അല്ലെ? തൃതീയ സ്കന്ധത്തില് നമ്മൾ പഠിക്കുന്നില്ലേ ഭ്രൂണഭാഗവതം, ഭ്രൂണത്തിന്റെ അവസ്ഥ അവിടെ കിടന്നത്. അല്ലെങ്കിൽ കപില വാസുദേവൻ അമ്മയായ ദേവഭൂതിക്ക് കൊടുക്കുന്ന ഉപദേശമൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഒരു ഗർഭസ്ഥ ശിശുവിനെ ഈ ഋഷിമാർ ഇതൊക്കെ എവിടെ കണ്ടു സത്യത്തില് അല്ലെ? ഇപ്പൊ ഇന്ന് ശാസ്ത്രജ്ഞന്മാരെല്ലാം അവരുടെ രാസപരീക്ഷണശാലയിലെല്ലാം കണ്ടുപിടിച്ചാൽ അവസാനം പറയും അത് വീണ്ടും ചിലപ്പം മാറിയേക്കാം. പക്ഷെ ഋഷീശ്വരന്മാര് വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ചതിനൊന്നും ഇവിടെ യാതൊരു മാറ്റമില്ല. അവരെവിടെയാ കണ്ടുപിടിച്ചത്? ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു അല്ലെ? എന്ന് വെച്ചാല് നമ്മുടെ നോട്ടം മുഴുവൻ എങ്ങോട്ടാ? പുറത്തോട്ടാ. അവര് നോക്കിയത് എങ്ങോട്ട്? അകത്തേക്ക് നോക്കാൻ കുറച്ചു നേരം ശീലിക്കുന്നതാണ് ശരിക്കും. ഈ സപ്താഹമൊക്കെ നടക്കുമ്പോൾ കഥ പറയുമ്പോൾ ശരിക്കും കഥയൊക്കെ നിങ്ങൾ എവിടെ കാണണം? ഐസബലമുരാരേ പാണിജാനു പ്രജാരേ. കൃഷ്ണന്റെ ബലരാമന്റെ ഒക്കെ കളികളാ, ബാലലീല. ഈ ബാലലീലയൊക്കെ നിങ്ങൾ എവിടെ കാണണം? ഭഗവാന്റെ ഓരോ കഥ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഉള്ളത്തില് കാണാനായിട്ട് സാധിക്കണം. എങ്കിലേ ഉള്ളൂ ആ വേദിയിൽ വന്നിരുന്നതിന്റെ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെ? സാധാരണഗതിയിൽ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. ഈ സപ്താഹ വേദിയിലൊക്കെ ആള് വരുന്ന എപ്പോഴാ? 12 മണി ആകുമ്പോഴത്തേക്കാണ് സപ്താഹ വേദിയിലൊക്കെ ആള് വരുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. നമ്മൾ പല വേദി കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഭഗവാന്റെ കഥകളൊക്കെ ഉച്ചയ്ക്ക് ശേഷം പറയുന്നെങ്കിൽ കസേരകളായിരിക്കും കൂടുതൽ വേദിയിലൊക്കെ കാണുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് 7 ദിവസമൊക്കെ ഇരുന്ന് കേൾക്കാനുള്ള അവസരമൊക്കെ കളയാതെ ഇരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവദശകത്തെ കുറിച്ചാണ്. അതിന്റെ ഇടയ്ക്കൂടെ കയറി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പൊ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. എന്നിട്ട് ഭഗവാനോട് പറയാം നീ നാവികനല്ലേ? നാവികന്റെ ജോലി എന്താ? ഈ കപ്പലിൽ കയറിയിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കേണ്ടത് ആരാണ്? നാവികനെ ഭവാബ്ദി. ഭവസാഗരത്തിലേക്ക് നമ്മൾ ഏതായാലും ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇറങ്ങിയപ്പോൾ ഒരു കപ്പല് കിട്ടി യാത്രക്ക്. ആ കപ്പൽ എല്ലാവരും കേറിയല്ലോ അല്ലെ? കയറി കഴിഞ്ഞപ്പോ അതിന്റെ നാവികൻ ആരാണ്?
ഭഗവാനാണ്. അപ്പൊ ഈ കപ്പല് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ആരായിരിക്കും? നമുക്ക് വല്ല റോളും ഉണ്ടോ അവിടെ? നമ്മൾ വലിയ കണക്ക് കൂട്ടലുകളൊക്കെ നടത്തും. ഇപ്പൊ ഭഗവാൻ കൊറോണയുടെ രൂപത്തിലും അല്ലെ പല രൂപത്തിൽ വന്നിട്ട് പറയും അവിടെ നിൽക്ക്, ഞാൻ പറയാം ഇതിന്റെ ബാക്കി ഭാഗം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെ വന്നു ശംഭോ. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. പിന്നെ ആരാണ് ഇതിന്റെയൊക്കെ തിരക്കഥ? ഭഗവാനാണ്. അപ്പൊ നാവികന്നെ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. പദം എന്നുള്ളതിന് രണ്ട് തരത്തില് അർത്ഥം പറയാം. പദം എന്ന് പറഞ്ഞാല് ഭഗവാനെ സ്തുതിക്കുന്ന അല്ല ഭഗവാനെ പ്രതിനിധീകരിക്കുന്ന ഓം എന്നൊരു ശബ്ദം, അതിനെക്കുറിച്ചും പറയാം. അല്ലെങ്കിൽ ഭഗവാന്റെ പാദങ്ങളെയാണ് ഞങ്ങള് മുറുകെ പിടിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഏത് പാദങ്ങളെ ഉള്ളൂ? ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ. അപ്പൊ ദേവിയുടെ ആണെങ്കിൽ ദേവിയുടെ പാദത്തെ പിടിച്ചുകൊള്ളുക. പാദഭക്തജന പാലനാധിക പരായണ ഭവഭയാവഹ ഭൂതമാനസ പുരാണ പുരുഷ പുരന്ദരാദി പൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാകൃത ശാദ ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയതാം. ദേവിയോട് പറയുക. അപ്പൊ ദേവിയുടെ പാദങ്ങളെ ആണെങ്കിൽ അങ്ങനെ. ഇനി ശിവനെ ഞങ്ങൾ പിടിക്കുകയാണെങ്കിലോ ശിവനോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ പടിയാറും കടന്നവിടെ ചെല്ലുമ്പം. വളരെ എളുപ്പാന്നാ കരുതി കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് 6 പടിയുണ്ട്. ഈ 6 പടി കടന്നു ചെന്നാൽ ആരെ കാണാം? ശിവനെ കാണാം. ഏത് 6 പടി? സാധാരണ ഒരു ഭക്തൻ പറയുകയാണെങ്കിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. കുറച്ചും കൂടി അങ്ങോട്ട് നമ്മളൊന്ന് സപ്താഹമൊക്കെ ആക്കാൻ തുടങ്ങി 10-25 വർഷമായതല്ലേ. അപ്പൊ എന്ത് വിചാരിക്കണം? മൂലാധാരൈക നിലയെ ബ്രഹ്മഗ്രന്ഥിരി ഭേദിനി മണിപൂരാന്തരുദിതേ വിഷ്ണു ഗ്രന്ഥിരി ഭേദിനി ആജ്ഞാചക്രാന്തരാളസ്തേ രുദ്രഗ്രന്ഥിരി ഭേദിനി സഹസ്രാരാംബുജാരൂഢേ സുധാസാരാഭിവർഷിണേ. ലളിതാ സഹസ്രനാമത്തിൽ പറയത്തില്ലേ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. 6 പടികളുടെ കാര്യം അവിടെ പറയും. ഇപ്പൊ നമുക്ക് അത്ര അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പോ ഈ 6 പടി പഠിച്ചാൽ മതി. അതൊക്കെയാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 പേരല്ലേ നമുക്ക് ശിവനെ കാണാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെ. ആദ്യം ചിലപ്പോ കരുതി എന്നാന്നറിയാവോ? തിരുനക്കര അമ്പലത്തിന് 6 പടി ഉണ്ടാവും, വൈദ്യത്ത് അമ്പലത്തിന് 6 പടി ഉണ്ടാവും. ഈ 6 പടി കടന്നു ചെന്നാൽ ആരെ കാണാം? ആ ശിവനെ കാണാന്നാ കരുത് കേട്ടോ. പക്ഷെ പിന്നെ മനസ്സിലായത് എന്റെ ഉള്ളിൽ ഇങ്ങനെ 6 പേര് വിഘാതമായിട്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പറയത്തില്ലേ ശത്രു സംഹാര പുഷ്പാഞ്ജലി. ഏതാ ശത്രുക്കൾ? ആരൊക്കെയാ? ഈ പറഞ്ഞ 6 പേരാണ്. കാമം, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം തത്രാവി നിത്യവും ഒരിക്കലിരുന്നരുക. ഇതൊക്കെ ഇരുന്ന് ചൊല്ലിക്കണം കേട്ടോ. കാരണം ഈ കലികാലത്ത് ഈ നാമജപം അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല എന്നാണ് അല്ലെ. പലതും പറഞ്ഞ് രാവിലെ തൊട്ട് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടന്നാലും അല്ലെ എന്ത് സംഭവിക്കും? നമ്മൾ ഇപ്പോഴേ കണക്ക് കൂട്ടി. നമ്മൾ ഇവിടെ ഒന്നും കണക്ക് കൂട്ടണ്ട കേട്ടോ. കാരണം ഇതൊക്കെ ഇവിടെ എങ്ങനെ ഈ പ്രപഞ്ചത്തെ സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാസംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും ആനന്ദദേശേ വസിച്ചും. ദേവിയെ കുറിച്ച് പറയുന്ന ദേവിയുടെ റോൾ എന്നാ? ദേവിയുടെ റോൾ ഇതൊക്കെ കേട്ടോ. എന്തൊക്കെ? സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാസംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാനന്ദധാരാം ചൊരിഞ്ഞും പദാംഭോജ ഭക്തർക്ക് നിത്യം. ദേവിയുടെ നാടകത്തെ കുറിച്ച് പറയുക. ദേവി വലിയ നാട്യക്കാരി കേട്ടോ. ഇവര് രണ്ടുപേരും വലിയ ഡാൻസുകാരൊക്കെ. ശിവന്റെ ഡാൻസിന് എന്ത് പറയും? താണ്ഡവം. ദേവിയുടെ ഡാൻസിന്
ലാസ്യം. അല്ലെ, ഇതാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഡാൻസ്. ലാസ്യമുണ്ട്, താണ്ഡവവും ഉണ്ട്. അപ്പൊ ദേവി ലാസ്യ നൃത്തമാണല്ലോ ചെയ്യുന്നത്. ശിവനോ എങ്ങനെ താണ്ഡവ നൃത്തം ചെയ്യുന്നത്? ജടാടവീകളജ്ജലപ്രവാഹവാവിതസ്ഥലേകളേവലംബിലംബിതാംബുജംഗതുംഗമാലികാണ്ഡമട്ടമട്ടമട്ടം ശിവം. ഇതൊക്കെ ചൊല്ലിയാൽ നമുക്കൊരു ഭൂതപ്രേത പിശാചുക്കൾ നമ്മുടെ അടുത്തോട്ട് വരത്തില്ല കേട്ടോ. കാരണം ഈ രാവണൻ എന്ന് പറയുന്ന ആളെ വലിയ ശിവഭക്തനായിരുന്നു. അപ്പൊ ശിവഭക്തനാണെങ്കിലും പുള്ളിക്ക് എത്ര തലയുണ്ടായിരുന്നു? നമുക്ക് ഒരു തലയുണ്ടായിട്ട് തന്നെ എന്തോ ഒരു അഹങ്കാരത്തിലാണ് നടക്കുന്നത്. അപ്പൊ 10 തലയുള്ള ആളിന്റെ കാര്യം പറയേ വേണ്ട. അദ്ദേഹത്തിന് തോന്നി കൈലാസത്തെ പതുക്കെ ഒന്ന് അങ്ങനെ ഇപ്പൊ വലിയ ആള് കളിച്ച് കൈലാസം നിൽക്കണ്ട, എനിക്കൊന്ന് ഉയർത്താൻ. എനിക്ക് എത്ര കൈകളുണ്ട്? 10 മുഖാകുമ്പോ 20 കൈകൾ. അപ്പൊ 20 കൈകൾ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കൈലാസത്തിന്റെ അടുത്ത് ഒന്ന് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഈ ഭഗവാൻ ഒരു ഗുണമുണ്ട്, നമ്മുടെ അഹങ്കാരത്തെയൊക്കെ നല്ലപോലെ അങ്ങോട്ട് വളർത്തും. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനങ്ങാതെ അവിടെ ആദ്യം ഇരിക്കുമെന്നാ. ഭഗവാനും ഓർത്ത് ശരി അവൻ ഉയർത്തട്ടെ. ഉയർത്തിക്കൊണ്ട് വന്നപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? പതുക്കെ ഒന്ന് താഴോട്ട് അമർന്നു എന്നാ. അപ്പൊ 20 കൈകൾ എവിടെയായി? കൈലാസത്തിന്റെ അടിയിലായി. അവിടെ ഇരുന്നുകൊണ്ട് ചൊല്ലിയതാ കേട്ടോ ഇത്. ഒരു നിസ്സഹായ അവസ്ഥയില് രാവണൻ ചൊല്ലിയതാണ് ഇപ്പൊ പറഞ്ഞല്ലേ, ജടാകടാക സംഭ്രമാഭ്രമാനിലിംബ നിർജ്ജരീ വിലോലവീതി വല്ലരീ വിരാജമാനമൂർധനി ധഗത് 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 ജലല്ലലാടവട്ടഭാവകെ കിശോര ചന്ദ്രശേഖരേരി പ്രദക്ഷിണം മമ. രാവണൻ ചൊല്ലിക്കൊണ്ടാണ് ആ ഒരു ഋതത്തിൽ പോകുന്നത്. മാർക്കണ്ഡേയൻ ചൊല്ലിയപ്പോ എങ്ങനെയായി? ചന്ദ്രശേഖര 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 പാഹിമാം ചന്ദ്രശേഖര 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 രക്ഷമാം. മൃദണ്ഡമുനിയുടെ പുത്രനായ മാർക്കണ്ഡേയൻ അല്ലെ യമരാജനോട് ചോദിക്കുക, കിം കരിഷ്യതി വയ്യമ്മ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പിടിച്ചിരിക്കുന്ന ആളെയാണ് ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുക അല്ലെ, അപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഭഗവാൻ ചോദിക്കുക. അല്ല, മാർക്കണ്ഡേയന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ രാവണൻ ചൊല്ലിയപ്പം രാവണന്റെ ആ ഒരു എനർജി മുഴുവൻ എവിടെ വരും? താണ്ഡവത്തില് വരുന്നുണ്ട്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നാവികനായി നിൽക്കുന്ന ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഈ യാത്ര എങ്ങോട്ട് കൊണ്ടുപോകണം. നമുക്ക് ആർക്കും നിശ്ചയമില്ല നാളെ എന്ത് സംഭവിക്കുക എന്നുള്ളതിന് ഒരു പിടുത്തവും ഇല്ലല്ലേ. ആകെ ഉറപ്പ് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നാളെ ഞാൻ മരിക്കും എന്നുള്ളത്. ഡേറ്റ് ഒന്നും അറിയത്തില്ല, എന്നാലും മരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ പ്രവചിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അപ്പൊ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവി വൻതോണി നിന്റെ പദങ്ങളെ ഞങ്ങൾ സമാശ്രയിക്കുക. കാരണം ഞങ്ങളുടെ യാത്രയിൽ ഈ യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഈ കപ്പൽ യാത്രയിൽ ഞങ്ങൾ കപ്പലിൽ കയറി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്ത് സംഭവിച്ചു? സംസാരമാകും ഭവാബ്ദിയിലെന്നൗക മുങ്ങുകയായ അമ്മേ മുങ്ങുകയായി മായയാകുന്ന കൊടുങ്കാറ്റുരുക്ഷമായി ഊതുകയാണെന്റെ ചുറ്റുപാടും ഊതുകയാണെന്റെ ചുറ്റുപാടും. നല്ല രസമാണ് ഈ പ്രാർത്ഥനയൊക്കെ. കാരണം പറയുക ഈ സംസാരമാകും ഭവാബ്ദി, ദൈവദശരത്തിലെ ആദ്യത്തെ പദമായിട്ട് വളരെ ചേർന്ന് വരുന്നൊരു പ്രാർത്ഥനയാണ്. സംസാരമാകും ഭവാബ്ദിയിലെന്നൗക മുങ്ങുകയായമ്മേ മുങ്ങുകയായി മായയാകുന്ന കൊടുങ്കാറ്റ് രൂക്ഷമായി ഊതുകയാണെന്റെ ചുറ്റുപാടും. കുറെ ഉണ്ട് അങ്ങോട്ട്. പാടവമേറ്റം കുറഞ്ഞവനാണ് എന്റെ മാനസമാകുന്ന കർണധാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൻതോണി. ആവിക്കപ്പൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ആവി വൻതോണി എന്ന് ഗുരു പറഞ്ഞത്. ഞങ്ങള് ആരെ സമാശ്രയിക്കും? ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഭഗവാനെ സമാശ്രയിച്ചോളാം, ഭഗവാന്റെ പാതാരവിന്ദത്തെ സമാശ്രയിച്ചോളാം എന്ന് പറയുവാണ്. അപ്പൊ ദൈവമേ
ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. എല്ലാവർക്കും അറിയാമല്ലോ ആ 4 വരി. അടുത്തെന്താണ്? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. അപ്പൊ ഒന്നൊന്നായി ഓരോന്നായി എണ്ണി എണ്ണി നമ്മളെല്ലാം അന്വേഷിക്കുന്നത് ഞാൻ ആര്? അന്വേഷിക്കാറുണ്ടോ? രമണ മഹർഷി പറയും 2 ചോദ്യത്തിന് ഉത്തരം തേടിയാ മതി കേട്ടോ. എന്തൊക്കെയാ? ഞാൻ ആര്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി, ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആര്? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നില്ല പേരെന്താ, അല്ലെ, നാടെവിടാ, എവിടുന്നാ വരുന്നേ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ഞാൻ ആരാ? ചോദിച്ചിട്ടുണ്ടോ? ഇനി ചോദിക്കണം കേട്ടോ. എന്ത് ചോദിക്കണം? ചോദിക്കുമ്പോ നമ്മൾ ഓരോ കണ്ടെത്തുകയാണ്. ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ ചിത്തമാണ്, ഞാൻ അഹങ്കാരമാണ്, അല്ലെ, ഞാൻ ഇന്ദ്രിയങ്ങളാണ്. ഇതൊക്കെ ഞാനാന്നല്ലേ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നേ. അപ്പൊ ഇതിനെയൊക്കെ ഒന്നൊന്നായി മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ. കേട്ടുണ്ടോ ഈ പ്രാർത്ഥന? ഉണ്ടോ? ഇല്ലെങ്കിൽ പോയി നോക്കുക. മനസ്സാണ്, ബുദ്ധിയാണ് എന്നൊക്കെ നമ്മൾ ഓരോന്നിനെ എണ്ണുവാണ്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഞാൻ അത് തന്നെയാണ്. ഞാൻ മനസ്സാണ്. മനോ ബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാനിതൊന്നുമല്ല. നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ. നമ്മൾ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഞാനാന്ന് വിചാരിച്ചു അല്ലെ. കണ്ണ് ഞാനാണ്, കണ്ണ് ഞാനാണ്, മൂക്ക് ഞാനാണ്, ഇല്ലേ? അപ്പൊ ഇതൊക്കെ ശരിക്കും ഞാനാണോ? എന്റെയാണ് അല്ലേ? അപ്പൊ ഞാനെന്ന് പറയുന്നത് ആരാണ്? ഈ ഞാനാരാ? ഞാനാരാ? അതാണ് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ടാസ്ക് വന്നിരിക്കുകയാണ്. ഈ ഞാൻ ആരാണ്, അല്ലെ? അപ്പോൾ ഒരു ദിവസം ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന എപ്പോഴാ? നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം എപ്പോഴാ? നിങ്ങൾക്ക് സന്തോഷം ഇല്ലേ? ഉണ്ട്. അല്ലെ, ഇപ്പൊ 7 ദിവസം സന്തോഷമായിരുന്നു അല്ലെ? കാരണം എന്താ? ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാമല്ലോ, ഇല്ലേ? ഭഗവാന്റെ കഥകളും അത് നമ്മുടെ ആചാര്യൻ നല്ല സുന്ദരമായിട്ടിരുന്ന് ഇവിടെ ഇരുന്ന് അല്ലെ നല്ല പാട്ടൊക്കെ. ഈ പാട്ട് പാടുന്നവരോട് പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ആചാര്യനെയൊക്കെ എല്ലാരും ഇങ്ങനെ ഈ ഞങ്ങളൊക്കെ പ്രഭാഷണം ഇപ്പൊ ചോദിക്കും ഈ പാട്ട് പാടുന്നവരുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ പാട്ടിനോട് കുറച്ച് നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ തുള്ളാൻ ഒരു വെമ്പലുണ്ട്. പക്ഷെ തുള്ളാത്തത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവര് കണ്ണേനെ കണ്ടോ സഖീ, മണിവർണ്ണനെ കണ്ടോ സഖീ, കായാമ്പൂ വർണ്ണനാം സംഗീത പ്രീതനാം കണ്ണേനെ കണ്ടോ സഖീ, മണിവർണ്ണനെ കണ്ടോ സഖീ, അല്ലെ? കാരണം മനസ്സ് വേറെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഈ തുള്ളാന്ന് പറഞ്ഞാല് നമുക്കെല്ലാം നമ്മുടെ ഉള്ളിൽ അങ്ങനെയുണ്ട്. പിന്നെ തുള്ളാത്ത എന്താ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെ? അപ്പൊ അവിടെ ആര് പൊങ്ങി വന്നു? ഞാൻ, അല്ലെ? ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവര് എന്ത് വിചാരിക്കുമെന്ന് കരുതിട്ടോ നമ്മൾ നല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ മനസ്സ് ഞാനാണ്, ബുദ്ധി ഞാനാണ്, ചിത്തം ഞാനാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ഞാനാണ് ഞാനാണ് ഞാനാണെന്ന് പ്രപഞ്ച വസ്തുക്കളെ ഓരോന്നായിട്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി ചെന്നപ്പം മനസ്സിലായി നേതി നേതി. ഉപനിഷത്തില് പറയും നേതി, ഞാൻ ഇതല്ല, ഞാൻ ഇതല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മള് എത്തിച്ചേരും. അപ്പൊ എന്താ സംഭവിക്കുന്നേ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണുന്ന പൊരുളുകളെല്ലാം ഓടുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അത് ഞാനാണ്, ഇത് ഞാനാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഞാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എത്ര ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്? എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 മതിയോ? 5 ഇന്ദ്രിയങ്ങൾ മതിയോ?
അഞ്ചിന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, പഞ്ചേന്ദ്രിയങ്ങള്. അതഞ്ചും മതിയോ? പിന്നെ വേറൊരു 5 കൂടി ഉണ്ട് കേട്ടോ. ഏതൊക്കെയാ? വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം എന്ന് വെച്ചാൽ കർമ്മേന്ദ്രിയങ്ങള്. കർമ്മം ചെയ്യാൻ 5 ഇന്ദ്രിയങ്ങൾ വേണ്ടേ? 4 ഇന്ദ്രിയങ്ങൾ മാത്രമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? കൈ വേണം, കാല് വേണം, ജനനേന്ദ്രിയം വേണം, വിസർജനേന്ദ്രിയം വേണം, നാവ് വേണം. ഇതിനെയൊക്കെ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം? ശുദ്ധമാക്കി വെക്കണം അല്ലെ? ഇന്ദ്രിയങ്ങളെയൊക്കെ ശുദ്ധമാക്കി വെക്കണം. അപ്പൊ ഇതൊക്കെ ഞാനാണെന്ന് ഞാനിങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഒന്നൊന്നായി നമ്മൾ അന്വേഷിച്ചല്ലേ, ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു വരുമ്പോൾ ഓരോന്നിനും ഞാനാണെന്ന് കരുതി പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും തൊട്ട് എണ്ണുന്ന പൊരുളുകളെല്ലാം അവസാനം ഒടുങ്ങുമ്പോ ഉള്ള എങ്ങനെയാകും? നിന്നിൽ ആസ്പന്ദമാകും. നിന്നിൽ ആസ്പന്ദമല്ല, ചിലർ ചെല്ലുമ്പോ ആസ്പന്ദമാകണോന്നൊക്കെ അല്ലെ, ഭക്തി മൂത്തിട്ട് ദൈവദശമൊക്കെ ചെല്ലുമ്പോഴേ നമുക്ക് രസമാ. അവസാനം ആഴമേറും നിന്മകസ ഒരു 3 പ്രാവശ്യമൊക്കെ അങ്ങ് അവിടെ പാസ്പോർട്ട് അടിച്ചോണ്ടിരിക്കുക കേട്ടോ. കാരണം എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ, ഭഗവാനിലേക്ക് ചേരുന്ന കാര്യം. അപ്പൊ ഭക്തി മൂത്തിട്ട് ആഴമേറും നിന്മകസ, ഞങ്ങൾ വാഴണം, നിത്യം വാഴണം സുഖം. അത് 3 പ്രാവശ്യം ചൊല്ലുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏത് ഋഷി സത്തമന്റെ കൃതിയാണെങ്കിലും അതിനോട് ഒരു വരി പോലും ചേർത്ത് വെക്കാൻ നമ്മള് ആളല്ല. ദൈവദശകം എന്ന് പറഞ്ഞാൽ 10 ശ്ലോക, അതിന്റെ 11ാമത് പിന്നെ പല്ലവിയും അനുപല്ലവിയും ഒക്കെ ചെല്ലാൻ നമ്മളാരാ? പണ്ട് കുമാരനാശാൻ ചെന്ന് ഗുരുവിനോട് ചോദിച്ചു, ഭഗവാനെ ഈ ആത്മോപദേശ ശതകത്തിന് ഒരു വ്യാഖ്യാനം രചിക്കാൻ ശ്രമിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആത്മാവിനെ കുറിക്കുന്ന 100 ശ്ലോകങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യമേ പറയും, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ കരുവിനെ ഉണ്ടല്ലോ, ആത്മാവിനെ അറിയാൻ പുറത്തേക്ക് വായുന്ന നിന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് അടക്കിയിട്ട് എങ്ങോട്ട് നോക്കണം? അകത്തേക്ക് നോക്കണം. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതാൻ പറയും. കുമാരനാശാൻ വലിയ കവിയാണ് അല്ലെ, സാഹിത്യത്തിന്റെ അങ്ങേയറ്റം പറഞ്ഞ ആളാണ്. കുമാരനാശാൻ എന്നിട്ടാ പറയുന്നത്, എനിക്ക് അങ്ങോട്ട് 2-3 ശ്ലോകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോ പിന്നെ എന്നെ എഴുതണ്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്, വൈക്കോൽ കെട്ടാൻ കുമാരു വള്ളി അന്വേഷിച്ചു പോവുകയാണ്. കാരണം വൈക്കോൽ കെട്ടാൻ വേറൊരു വള്ളിയുടെ ആവശ്യമുണ്ടോ? അതിനുള്ള വള്ളി എവിടെ നിന്ന് കിട്ടും? അപ്പൊ ആത്മാവിനെ കുറിക്കുന്ന 100 ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാൻ പുറത്തന്വേഷിച്ചാൽ കിട്ടത്തില്ല. അത് എവിടെ തന്നെയുണ്ട്? അവനവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരമാത്മ സത്തയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്ത് രസാന്നറിയോ? ഒളി മുതലാമ്പഴമഞ്ചുണ്ട് നാറും നളികയിലേറി നയനമാറിയാടും കിളികളെ 5 മരിഞ്ഞു കീഴ്മറിക്കും വെളിവുരുവേന്തിയാകം വിളങ്ങിടേണം. ഒളി മുതലാ പഴമഞ്ചുണ്ട് നാറും നളിക. ഈ ശരീരത്തെ പറയുന്ന എന്താ? നാറുന്ന ഒരു നളിക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചെന്താ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം എപ്പോഴാന്നല്ലേ? എപ്പോഴായിരുന്നു നിങ്ങളെ ഒരു ദിവസം ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന എപ്പോഴാണ്? പല ഉത്തരങ്ങളൊക്കെ കാണും, ദൈവം അതൊന്നും കൂടെ പറയണ്ട. ഞാൻ ചോദിച്ചത് ഇതുവരെ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സന്തോഷമുണ്ട്. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ബോറടി ആയി തുടങ്ങി. ഉറക്കം ഏതാണ്? ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ഉറങ്ങി ബോറടിച്ചു എന്ന്? എന്താ കാര്യം? ഉറക്കത്തിൽ നല്ല സന്തോഷം അനുഭവിക്കാം. അവിടെ കാണാനൊന്നുമില്ലായിരുന്നു, കേൾക്കാനൊന്നുമില്ലായിരുന്നു, മണക്കാനൊന്നുമില്ലായിരുന്നു, രുചിക്കാനൊന്നുമില്ല, സ്പർശിക്കാനൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു ജീവന് സുഖം കിട്ടണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ വേണമല്ലോ. ഇത് 5 ഉറക്കത്തിൽ സംഭവിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് സുഖമായിട്ടിരുന്നു? മനസ്സടങ്ങി, ഇന്ദ്രിയങ്ങളൊക്കെ സ്വസ്ഥമായി ആരോട് ചേർന്നു? അവനവന്റെ ആത്മസത്തയിലേക്ക് ചേരുന്ന നിമിഷ. അപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ്? ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോഴാട്ടോ. നമ്മൾ വിചാരിച്ചിരുന്ന അങ്ങനൊന്നുമല്ല, മറ്റു പലരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴാണ് സുഖമെന്നൊക്കെ കരുതി. പക്ഷെ പിന്നെ മനസ്സിലായി, അന്നാദേ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി അന്നാദിയിൽ പ്രിയമുയർന്നാൽ
ഞാൻ ആടലാം കടലിൽ വീണു വലയും. അന്നാദിയിൽ എന്ന് പറഞ്ഞാല്, അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം. നമുക്ക് ആ ഒരു ആഹാരം അറിയത്തുള്ളൂ അല്ലെ. കണ്ണിന്റെ ആഹാരം ഏതാണ്? കാഴ്ച. ചെവിയുടെ ആഹാരം കേൾവി. മൂക്കിന്റെ ആഹാരം ഗന്ധം. നാവിന്റെ ആഹാരം രുചി. ത്വക്കിന്റെ ആഹാരം സ്പർശം. ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴുള്ള ഗുണം എന്താ? കണ്ണിന്റെ ആഹാരം എന്താണ്? അമ്മയെ കാണുന്നു അല്ലെ, ഭഗവാനെ കാണുന്നു. അത് എങ്ങനെയുള്ള ഭഗവാനാ? നല്ല സുന്ദരനായിട്ട് അല്ലെ, ഭൂലോക വൈകുണ്ഠനാഥനായിട്ട് സുന്ദരനായിട്ട് വിളങ്ങുന്ന നമ്മുടെ ആ രാസകേളിക്കൊക്കെ കേശപാശധൃത പിഞ്ചികാവിദതി സഞ്ചലൻ മകരകുണ്ഡലം ഹാരജാലവന ഘന സൗരഭം ചെല്ലാറില്ലേ? അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന ഭഗവാനെയൊക്കെ ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെ ചൊല്ലണം കേട്ടോ. നമ്മൾ ഈ പലതും പറഞ്ഞ് പകല് കളയുന്ന നാവ് എന്തിന്? വെറുതെ ഇരിക്കുമ്പോ എന്ത് വേണം? ഭഗവാന്റെ നാമം ചൊല്ലണം. ഇതൊരു 60 കഴിഞ്ഞാൽ പിന്നെ പരാതിയുടെ പാണ്ടക്കെട്ട് ഒഴിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നെ പഴയ പോലെ അവർ ഗൗനിക്കുന്നില്ല കേട്ടോ. ഗൗനിക്കണ്ട, നമുക്ക് ഇനിയിപ്പോ ആരേ ഉള്ളൂ. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറയാണ്. പകുതി പ്രശ്നം തീർന്നു. ഇതങ്ങനല്ല. നമ്മൾ ഈ പരാതി വാർദ്ധക്യം വസന്തകാലം ആക്കണം. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിന് ട്രെയിനിങ് എപ്പോഴേ കൊടുക്കണം? വാർദ്ധക്യത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ അന്നേരം മാറിപ്പോകും. അതുകൊണ്ട് ഇത് ട്രെയിനിങ് എപ്പോഴേ കൊടുത്തോണം? ഒരു കുട്ടിയുടെ, ഞാൻ ചിൽഡ്രൻ സൈക്കോളജി പറയുന്നത്, ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ല ഒരു ജീവനെ സംബന്ധിച്ച് അവന്റെ അടിസ്ഥാനമായിട്ട് അവന്റെ അറിവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് ഗർഭകാലം മുതൽ 6 വയസ്സ് വരെയാണ്. 6 വയസ്സിനുള്ളിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്, ബൂസ്റ്റും ബോൺവിറ്റയും ഹോർലിക്സും കൊടുക്കുന്ന കാര്യമല്ല, അത് ശരീരത്തിന് കൊടുക്കുന്ന പോഷണം. പക്ഷെ മനസ്സിന്, ആത്മാവിന് അല്ലെ, അർജുനനെയും കൃഷ്ണനെയും ഒക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അർജുനൻ എല്ലാ വിധത്തിലുള്ള വിദ്യ അഭ്യസിച്ച ആളാണ്. പക്ഷെ ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോ കൃഷ്ണനോട് പറഞ്ഞു, എന്റെ മുന്നിൽ കൃഷ്ണ, എനിക്ക് യുദ്ധവും വേണ്ട, എനിക്ക് സ്വത്തും വേണ്ട, ഞാൻ ഭിക്ഷ എടുത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് നിന്നല്ലോ അർജുനൻ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അർജുനന്മാരാ നമ്മളെല്ലാവരും. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ എന്ത് പറയും? അയ്യോ, എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയില്ല എന്ന് പറയും. അപ്പോൾ ഉള്ളിലിരിക്കുന്ന കൃഷ്ണൻ നമ്മളെ അല്ലെ, പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ പറയും, ഞാൻ അനുഭവിച്ചത്രമല്ലോ നിങ്ങളല്ലോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഇതുപോലെ ഒരു കഥാപാത്രം വേറെ ഉണ്ടോ? ഇനി ശ്രീരാമചന്ദ്രൻ പാവം വല്ലോ സുഖം അനുഭവിച്ചോ? ആ സീതയ്ക്ക് കൊടുത്ത ശ്രീധനത്തിന്റെ കണക്കൊക്കെ അറിയാമല്ലോ അല്ലെ? അത്ര ശ്രീധനം കൊണ്ടൊക്കെ വന്ന സീതയുടെ അനുഭവം എന്താണെന്നൊക്കെ. ഇത് വെറുതെ നമ്മളെ കഥ പറഞ്ഞു പോകാനല്ല ഈ രാമായണവും ഭാഗവതവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരനാണെങ്കിൽ പോലും ഭൂമിയിൽ വന്നു കഴിഞ്ഞാല് ആ ഈശ്വരന് പോലും ഉപദേശം കൊടുക്കുന്ന ഗുരുവാണ്. പറയത്തില്ലേ, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാൻ. വിളിച്ചുണർത്തിയിട്ട് പറയുക, കൗസല്യയുടെ സുപ്രജയായിട്ടുള്ള രാമ, നീ എഴുന്നേൽക്കൂ, നിങ്ങൾ നൈമിത്യ കർമ്മങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ഒരു ഗുരുവിന്റെ സ്ഥാനം. ഭാരതീയ സങ്കല്പത്തില് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ആർക്കാണ്? ഗുരുവിനാണ്. പറയില്ലേ, ഗുരുത്വം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലാന്ന് പറയും ഇല്ലേ? അപ്പൊ ഗുരുത്വം. അപ്പം അങ്ങനെ ഗുരുവായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ തന്നെയാണ്. ആ ഭഗവത്ഗീതയിൽ മുഴുവൻ കൃഷ്ണന്റെ റോൾ എന്താണ്? ഗുരുവിന്റെ റോളാ അല്ലെ? ഉപദേശം കൊടുത്ത് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ, അർജുനന്റെ ഉള്ളിലുള്ള അജ്ഞാനത്തെ മാറ്റുകയാണ്. അപ്പൊ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണുന്ന പൊരുളുകളെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോ ഉള്ള എവിടെയാകും? നിന്നിൽ അസ്പന്ദമാകും. നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദം പറഞ്ഞ ഒരു സ്പന്ദനങ്ങളും ഇല്ല. അവിടെ പിന്നെ യാതൊരു ചലനവും ഇല്ല. ഞാനും നീയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇരിക്കണ്ടേ കുറച്ചു നേരം? അപ്പൊ നിങ്ങൾ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ടേ കിടക്കാൻ പോകും ഇല്ലേ? കിടക്കാനൊക്കെ പോയി കഴിയുമ്പം കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ആരെ കാണണം? അപ്പൊ അവിടെ ആരൊക്കെ ആകാവുള്ളൂ? ഞാനും ഭഗവാനും മാത്രമേ കാണാവുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ വന്ന വഴി ഞാനും നീയും ഞെരുക്കല തന്മയാ നിന്നടിത്ത തേനുൾത്തൂകുന്ന മുത്തുക്കുടമടിയനടക്കി
വച്ചിക്കൊഴുന്തേ. ഞാനും നീ ഒന്ന് ഞെരുക്കക്കലരണം എന്ന് വെച്ചാല് ഒരു കർപ്പൂരം അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നത് പോലെ നമ്മൾ ഒന്നായിട്ട് തീരണം. അവിടെ രണ്ടില്ല. അപ്പൊ നമ്മുടെ എല്ലാം പ്രാർത്ഥന എന്തായിരിക്കണം? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ള. ഇനി എണ്ണാനൊന്നും ഇല്ല. ഇനി ആരേ ഉള്ള അവിടെ? അപ്പൊ ഉള്ളം ആരും അസ്പന്ദമാകും. ഭഗവാനിൽ തന്നെ ചേരുന്ന ഒരു അവസ്ഥയിൽ, ഞെരുക്കത്തല അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നം മുട്ടാതെ കിട്ടുന്നുണ്ടല്ലോ. അന്നം വസ്ത്രത്തെ മുട്ടരുതെന്നല്ല കേട്ടോ. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച്. അന്നം തരുന്നത് ആരാ? നമ്മൾ പറയും മാതാപിതാക്കന്മാർ. എനിക്കുള്ള അന്നം തരുന്നവരാണ് അല്ലെ? അന്നം അവരെവിടുന്ന മേടിക്കുന്നത്? കടയിൽ എങ്ങനെ വന്നു? കൃഷി ചെയ്തു അല്ലെ? അപ്പൊ കൃഷി ചെയ്തെങ്കിൽ ആ നെല്ല് എവിടെയായിരുന്നു വളർന്നത്? അതെവിടെയാണ്? പ്രപഞ്ചത്തില്. അപ്പൊ പ്രപഞ്ചം ആരിലാണ്? ഈശ്വരനില. അപ്പൊ അന്നം തരുന്ന ആരാണ്? ഈശ്വരനാണ്. ഇനി വസ്ത്രമോ? അങ്ങനെ അന്വേഷിച്ച് ഓരോന്നായി ഇങ്ങനെ എണ്ണി 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 ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം പൊരുൾ എവിടെയാണ്? ഭഗവാനിലാണ്. അന്നവസ്ത്രമാതി നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അന്നത്തേക്കുള്ള അന്നം ഞങ്ങൾക്ക് തരേണമേ എന്ന് ബൈബിള് പറയും അല്ലെ? അപ്പം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന. ജീവിതത്തിൽ ധന്യത വേണം അല്ലെ? ചിലർക്ക് എത്ര കിട്ടിയാലും എന്തൊക്കെ സുഖം വന്നാലും അവരിങ്ങനെ എന്നാ ഉണ്ട് വിശേഷം, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലെ? എന്നാ പിന്നെ ഞാൻ സുഖായിരിക്കുന്നു എന്ന് പറയാൻ പഠിച്ചുകൂടെ? എന്ത് പറയാൻ പഠിക്കണം? സുഖമായിട്ട് ഇരിക്കുന്നു. ധന്യത വേണം ജീവിതത്തില്. അപ്പൊ ധന്യത വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനോട് ഭഗവതിയോടൊക്കെ നന്ദിയുള്ളവരായിട്ട് എനിക്ക് അന്നത്തേക്കുള്ള അന്നം കിട്ടുന്നുണ്ടല്ലോ ഭഗവാനെ മുട്ടാതെ. അതിന് ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊഴിയുന്നില്ല, കളപ്പുരകൾ കൂട്ടുന്നില്ല. അന്നത്തേക്കുള്ള അന്നം അവർക്ക് സർവശക്തനായ നമ്പുരാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാവത്തില് നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ. അതുകൊണ്ടാണ് ഇനി അടുത്ത എന്താണ്? ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാണ്. രണ്ടു തരത്തില് നമ്മുടെ മരിച്ചുപോയ ഗോപാലകൃഷ്ണ സാർ ഉണ്ടല്ലോ. ഗോപാലകൃഷ്ണ സാർ പറയും എന്നുള്ളിലാകണം. സാറ് മാത്രമേ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. സാറ് പറയും എന്നുള്ളിലാകണമെന്ന് പറഞ്ഞാൽ എന്നാ തെറ്റ്? ശരിയാ, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെ കുറെ കൂടി അതിനെ ഒന്ന് ഇങ്ങനെ കറക്കി പഠിച്ചു വരുമ്പോഴത്തേക്ക് ആഴിയും തിരയും കാറ്റും ആഴവും ഇതെല്ലാം സമുദ്രത്തിൽ നമ്മൾ കാണുന്ന അല്ലെ? ആഴി സമുദ്രം, തിര എവിടെയാണ്? സമുദ്രത്തിലാണ്. കാറ്റ് എപ്പോഴും അവിടെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. പിന്നെയോ ആഴവും, സമുദ്രത്തിന്റെ ആഴം നമ്മൾ ആരും കണ്ടിട്ടില്ല. ആഴവും പോലെ. എന്നിട്ട് ഉപമ പറയുന്ന ആരോടാ? ഞങ്ങളും മായയും നിൻ മഹിമയും നീയും. അപ്പൊ ഞങ്ങളും നമ്മളെല്ലാം ആകുന്ന ജീവജാലങ്ങള് നിന്റെ മഹിമ അല്ലേ? നിന്റെ മഹിമ. പിന്നെ എന്താണ്? ആഴവും പോലെ ഞങ്ങളും മായ, ഭഗവാന്റെ മായയാണല്ലോ ഇതെല്ലാം. അപ്പൊ മായയും നിൻ മഹിമയും നീയും. ഈശ്വരനും ഈശ്വരന്റെ മഹിമാതിരേകവും മായയും എല്ലാം ഞങ്ങളിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമാകണം. അപ്പൊ എന്ന് ഉള്ളിലാവണം. ഇതെല്ലാം വെവ്വേറെ അല്ല. ഭഗവാൻ വേറെ, ഭഗവാന്റെ മായ വേറെ ഇല്ലേ? ഭഗവാന്റെ മഹിമാതിരേകം വേറെ. ഇങ്ങനെ വെവ്വേറെ അല്ല കാണേണ്ടത്. എന്ത് മനസ്സിലാക്കണം? അതിൽ ഉദാഹരണം പറയുന്ന കടല് കേട്ടോ. ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങള് ഏറ്റവും അധികം ഉപമ കണ്ടെത്തുന്നത് ഈ കടലിനെ ഒരുപാട് സ്ഥലത്ത് ആത്മോപദേശതകം പോലുള്ള കൃതികൾ പഠിക്കുമ്പോൾ അവിടെ എവിടെയെല്ലാണെന്ന കടലിനെ ഉപമിക്കുന്നത്. നല്ല രസമാണ് ഈ ആത്മോപദേശ ശതകം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഠിക്കാനൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അതിന്റെ വ്യാഖ്യാനമുള്ള ചെറിയ പുസ്തകമൊക്കെ ഉണ്ട്, വെറുതെ ഇരുന്ന് വായിച്ചു നോക്കുക. അപ്പം അവിടെ കടലിനെ നിരവധി തവണ
ഉപമിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ദൈവവും ദൈവത്തിന്റെ മഹിമയും ദൈവത്തിന്റെ മായയും നിൻ മഹിമയും നീയുമെന്ന് എനിക്ക് ബോധ്യമാവണമെന്നാ. ഇനി സാറ് പറഞ്ഞതുപോലെ ആണെങ്കിൽ എന്നുള്ളിലാവണമെന്ന് പറയുന്നതിലും തെറ്റില്ല. എന്റെ ഉള്ളിലാണിതെല്ലാം അല്ലെ. ആഴിയും തിരയും കാറ്റും ഒക്കെ എവിടെയുണ്ട്? ചിലപ്പോ ഇങ്ങനെ വലിയ കൊടുങ്കാറ്റടിക്കും അല്ലെ. സമുദ്രത്തില് ചിലപ്പോ വേലിയേറ്റം ഉണ്ടാവും, വേലിയിറക്കം ഉണ്ടാവും. ഇതൊക്കെ എവിടെ സംഭവിക്കുന്നേ? സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാനില്ല പിന്നെ എനിക്ക് ഈ പ്രപഞ്ചം ഉണ്ടോ? നിങ്ങൾ മുമ്പേ ചോദിച്ചതിന്റെ ഉത്തരത്തിന് ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന എപ്പോഴാന്ന് പറഞ്ഞു? ഉറക്കത്തിൽ. ഉറക്കത്തിൽ ആരില്ല? മനസ്സില്ല. അപ്പൊ എന്റെ പ്രശ്നത്തിനെല്ലാം കാരണം ആരായിരുന്നു? മനസ്സല്ലേ. എനിക്ക് മനസ്സില്ല എന്ന് പറയും. അതാ നല്ലത്. മനസ്സില്ലാതിരിക്കുവാണെങ്കിൽ ഈ മനസ്സിലാണല്ലോ സങ്കല്പങ്ങളെല്ലാം കൂട്ടി അല്ലെ ഇങ്ങനെ വെച്ചിരിക്കുക. ഈ മനസ്സാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അപ്പൊ മനസ്സ് പോയി കഴിഞ്ഞാൽ എന്തായി? സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാലുവേദനയില്ല, കൈവേദനയില്ല, നമുക്ക് ആരോടും പ്രതികാര മനോഭാവം ഇല്ല, ശത്രുതയില്ല, വിദ്വേഷമില്ല. എത്ര സുഖം അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം എന്നാ പറയുന്നേ? സുഖമായി ഉറങ്ങി. എന്തുകൊണ്ടാ സുഖമായി ഉറങ്ങിയത്? ഒന്നും അറിഞ്ഞില്ല എന്ന്. ഒന്നും അറിഞ്ഞില്ല എങ്ങനെ പിറ്റേ ദിവസം വന്ന് പറയുന്നത് ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങി. അപ്പൊ ഇത് അറിഞ്ഞ ആൾ എവിടെയുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. അതാ പറയുന്നത് നമുക്ക് 3 ശരീരം ഉണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ പ്രഭാഷണം കേൾക്കുന്നു ഞാൻ പറയുന്നത് ഇത് സ്ഥൂല ശരീരത്തിലാണ്. ഇനി എന്നോ സ്വപ്നം കാണുകയല്ലേ? അവിടെ കറണ്ട് കട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഇൻവേർട്ടർ ഒന്നും വേണ്ടി വന്നില്ലല്ലോ. എവിടെ നീ വെളിച്ചം വന്നു? കണ്ണിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്ത് ഹരി. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിനും കണ്ണായിരുന്ന പൊരുൾ താൻ തന്നെയാണെന്ന് ഉറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം. അപ്പൊ സർവ്വത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ആരാണ്? എന്റെ ഉള്ളിലിരിക്കുന്ന ആ പരമ്പൊരുളാണ് ഇല്ലേ. അപ്പൊ അതില്ല പിന്നെ ഞാനുണ്ടോ? നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആള് വന്നു വെച്ചു, മരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാ കൊണ്ടുപോയിക്കോളാൻ പറയുന്നത്? അതിനകത്ത് തന്നെ വില കൊടുത്തോണ്ടിരുന്ന ആളവിടെ പോയി അല്ലെ. മരിച്ച് പോയി എന്നുള്ള ഉറപ്പ്. എങ്ങോട്ടാന്ന് മാത്രം നമ്മുടെ ആചാര്യൻ പറയല് 24 നരകമുണ്ട്. അപ്പൊ 24 നരകത്തിൽ എവിടെയാ പോയെന്ന് നമുക്കറിയില്ല. നരകത്തിലാന്നപ്പോ എല്ലാരും ശരിയാന്ന്, ഞങ്ങള് നരകത്തിൽ പോകലെന്നല്ല പറയുന്നത്. ശരിയാട്ടാ, 24 നരകത്തില് എവിടെങ്കിലും ആയിരിക്കും പോയെന്നാണ്. നമ്മുടെ മനസ്സിൽ നല്ല സങ്കല്പത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കണം. ആഴവും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാവണം. എനിക്കത് ബോധ്യമാവണമെന്ന് അങ്ങനെയും രണ്ടും പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ കൂടുതലും പേര് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് ഉള്ളിലാകണം, എനിക്കത് ബോധ്യമാവണമെന്നാ. ഇനിയും നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവ്. സൃഷ്ടിക്കുന്ന ആള് സൃഷ്ടാവല്ല, സ്രഷ്ടാവാണ്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും അല്ലെ. സൃഷ്ടാവല്ല, സ്രഷ്ടാവാണ്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് നല്ലൊരു ഉദാഹരണം കാണാൻ പറ്റും. സൃഷ്ടി ആരാണ്, സ്രഷ്ടാവ് ആരാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രി എന്താണ്? നിങ്ങൾ എട്ടുകാലിയെ കണ്ടിട്ടില്ലേ? എട്ടുകാലി വല കെട്ടുമല്ലോ അല്ലെ. ഈ നൂലൊക്കെ എവിടുന്ന് പോയി മേടിക്കുന്ന? കടയിൽ പോയി രാവിലെ 1/2 കിലോ നൂല് മേടിച്ചോണ്ട് വന്നിട്ട് ഒരു നല്ല വല. അങ്ങനെയാണോ? അല്ലല്ലോ. ലൂതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂത്തു കളിച്ചതും സാദരം ധനതുള്ളിലാക്കി രമിച്ചിടും പടിമായയാ ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്ത് ഭരിച്ചഴിച്ച് ആദിമുച്ചുടരായി വിളങ്ങും അനന്ത ഷൺമുഖ പാഹിമാം. നിങ്ങൾ എട്ടുകാലിയാണ് നോക്കിക്കേ. ലൂതം എന്ന് പറഞ്ഞ എട്ടുകാലി. ലൂതമുള്ളിലിരുന്ന നൂല് വലിച്ച് നൂത്ത് കളിച്ചതും സാദരം തനക്കുള്ളിലാക്കി
രമിച്ചിടുമ്പടി മായയ. ഏറ്റവും നല്ല ഉദാഹരണം, വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല. 8 കാലിക്കൊരു വല കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ തന്നെ അതിനുള്ള സാമഗ്രികളൊക്കെ. അപ്പൊ സൃഷ്ടി ആരാ ചെയ്ത്? ആ 8 കാല് തന്നെ. സൃഷ്ടാവ് ആരാണ്? 8 കാല് തന്നെ. സൃഷ്ടിക്കുള്ള സാമഗ്രിയും അതിന്റെ ഉള്ളിൽ തന്നെയാണ് അല്ലെ. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒരു വസ്തുവും വേണ്ട. ഈശ്വരൻ ഇവിടെ സൃഷ്ടി നടത്താൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ 5 സാധനം കൊണ്ടാ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി. 5 സാധനങ്ങളെ കൃത്യമായിട്ട് ചേർത്തു. മണ്ണ്, ജലം, കനല്, അമ്പരം, കാറ്റ്. ഇനി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നതോ? അതും 5 ഉള്ളു. 6ാമത് വല്ലതും ഉണ്ടോ? ഇല്ല. ഈ 5 എണ്ണം എത്ര കറക്റ്റ് ആയിട്ട്. നമ്മുടെ കൈയൊക്കെ കണ്ടോ അല്ലെ? 180 ഡിഗ്രി 360 ഡിഗ്രി ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ എവിടെ ചെല്ലുള്ളൂ? വായി തന്നെ ചെല്ലും. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കണക്ക് തെറ്റിപ്പോയിരുന്നെങ്കിലോ? അപ്പൊ എത്ര കറക്റ്റ് ആയിട്ടാണ് ഇവിടെ സൃഷ്ടിയും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടാവും ഒക്കെ അങ്ങ് തന്നെയാണ് ഭഗവാൻ. ഇവിടെ വേറൊന്നും ഇല്ല. അപ്പൊ പ്രപഞ്ചത്തിലെ സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവും സൃഷ്ടിജാലത്തിനുള്ള സാമഗ്രികളും ഒക്കെ ആര് തന്നെയാണ്? നമ്മൾ കണ്ടില്ലേ, ബ്രഹ്മാവ് പശുക്കളെ എല്ലാം മോഷ്ടിച്ചോണ്ട് പോയപ്പം കൃഷ്ണൻ എല്ലാരെയും അവിടെ ഒരു കുറവും ഇല്ലാതെ. ആർക്കെങ്കിലും മനസ്സിലായോ? സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഒക്കെ ഭഗവാൻ അവിടെ ഒരു കുറവും ഇല്ലാതെ. 1 വർഷം കഴിഞ്ഞപ്പോഴല്ലേ എന്തോ ഒരു മാറ്റമൊക്കെ കാണുന്നല്ലോ എന്ന് മനസ്സിലായത്. അപ്പൊ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പൊ സൃഷ്ടിക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ഭഗവാൻ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സൃഷ്ടിക്കണമെങ്കിൽ ഭഗവാന് പ്രത്യേകിച്ച് നമ്മളൊരു സാധനം ഉണ്ടാക്കണം, എന്തെല്ലാം വേണം അല്ലെ? ഇപ്പൊ നമുക്ക് ഇഡലി ഉണ്ടാക്കണമെങ്കിലോ ഉഴുന്ന് വേണം, അരി വേണം, വേറെ എല്ലാം അതിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ ഭഗവാന് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇവിടെ ഉള്ളതിനെയൊക്കെ 5 വസ്തു മതി. പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് 5 കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെ സൃഷ്ടിച്ചപ്പോഴും രമണ മഹർഷിയോട് പണ്ടാരോ ചോദിച്ചു, എന്നും ഇങ്ങനെ ഈ വിരൂപാക്ഷ ഗുഹയിലൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകണ്ടേ എന്ന്. കാരണം എത്ര നാളായി അവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടേ. അപ്പൊ രമണ മഹർഷി ചോദിച്ചു അത്ര അവിടെ 6ാമതൊന്നുണ്ടോന്ന്. കാരണം പുറത്തു പോയാലും ഇതൊക്കെ തന്നെയല്ലേ. അപ്പൊ 6ാമതൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 5 വസ്തുക്കളെ ഇവിടെ ഉള്ളൂ എന്നുള്ള സത്യമാണ്. എത്ര വരെയായിരുന്നു? 7? ഞാൻ നിർത്തിക്കോളാം കേട്ടോ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രി. അത് പറഞ്ഞു. നീയല്ലോ മായയും, നമ്മൾ അതാ മുമ്പേ പറഞ്ഞ മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും. ഞങ്ങൾക്ക് എല്ലാം വേണ്ടത് എന്താ? എല്ലാവർക്കും സായുജ്യത്തെ കുറഞ്ഞ ഒന്നും വേണ്ട കേട്ടോ. എന്ത് മതി? എല്ലാവർക്കും മോക്ഷം മതിയെന്നാ. അപ്പൊ പക്ഷെ മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ കുറെ ത്യാഗമൊക്കെ സഹിക്കണം. അതിലൊരു പ്രശ്നമുണ്ട്. കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മോക്ഷത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ഋഷീശ്വരന്മാര് പറയും കുറെ ഗുണങ്ങൾ വേണം കേട്ടോ. എന്തൊക്കെ ഗുണങ്ങളാണ്? ഈ ലോകത്ത് സത്യം എന്ത്, അസത്യം എന്ത് അല്ലെ? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണമെന്ന് പറയും. ആ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശമം വേണം, ദമം വേണം. അതൊന്നും പറയാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ കുറെ ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. മോക്ഷത്തിന്റെ സോപാനത്തിലേക്ക് കയറണമെങ്കിൽ അതിനു മുമ്പ് സാധാരണ പറയുകയാണെങ്കിൽ 3 പടിയുണ്ട്. ധർമ്മം, അർത്ഥം, കാമം അല്ലെ? ധർമ്മത്തിൽ ജീവിച്ച് അർത്ഥം സമ്പാദിച്ച് കാമത്തെ ഒക്കെ പൂർത്തീകരിച്ചോളൂ കേട്ടോ. ഇവിടെ നിങ്ങൾ ആഗ്രഹങ്ങളൊന്നും ഒടുക്കിയിട്ട് പോകണമെന്ന് ഒരു ഋഷീശ്വരന്മാരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തീർത്തിട്ട് എവിടെ പോയാൽ മതി? മോക്ഷത്തിലേക്ക് പോയാൽ മതി. അപ്പൊ മോക്ഷം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഗുരുവിന്റെ അടുക്കൽ ചെന്നിട്ട് ഭഗവാനോട് പറയണം, ഗുരു എനിക്ക് എന്ത് വേണം? മോക്ഷം വേണം. അപ്പൊ നമുക്ക് പരിപക്വതയായെങ്കിൽ ഗുരു അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമ്മള് കുറെ യോഗ്യതകളുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അത് കുറെ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ അതൊന്നും പറയുന്നില്ല. വെച്ചാൽ കുറെ സമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പെട്ടെന്ന് നിർത്തിക്കോളാം. നീയല്ലോ മായയും
മായാവിയും മായാവിനോദനും, നീ എല്ലാം മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും, പിന്നെ നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കെ നീ. ഭൂതവും ഭാവിയും വർത്തമാനത്തിൽ നിന്ന് വേറല്ല. നീ സത്യമാണ്, നീ ജ്ഞാനമാണ്, നീ ആനന്ദമാണ്. എന്ന് വെച്ചാൽ സത്തായിട്ട് നിൽക്കുന്നത്, സത്യമായി 3 കാലത്തിലും മാറ്റമില്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ മാത്രമേ സത്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആര് മാത്രമേ ഉള്ളൂ ഇവിടെ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ സത്യമായിട്ട് നിൽക്കുന്നത്. നീ ജ്ഞാനമാണ്, എന്റെ ഉള്ളിലിരിക്കുന്ന ബോധത്തെയാണ് അവിടെ പറയുന്നത്, അല്ലെ? ഉള്ളിൽ ബോധം ഉണ്ടെങ്കിലേ ഉള്ളല്ലോ എനിക്കിതൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ബോധം വരുത്തുവതിനാളായി നിന്ന ആ ബോധം വരണമെങ്കിൽ എന്ത് വേണം? ഗുരുപദാന്തേ ഭജിക്കണം. ഗുരുവിന്റെ പാദാന്തികത്തിൽ പോയിട്ട് എനിക്ക് ജ്ഞാനം വേണം. നമ്മൾ ഇനി ചെന്ന എന്തേ ചോദിക്കാവുള്ളൂ? അറിവ് വേണം, ജ്ഞാനം വേണം കേട്ടോ, അതാ വേണ്ടിയത്. അപ്പൊ നീ സത്യമാണ്, നീ ജ്ഞാനമാണ്, നീ ആനന്ദമാണ്. ആനന്ദമാണല്ലോ, നമ്മളെല്ലാം ആനന്ദം. നീ ആനന്ദമാണല്ലേ. നമ്മളെല്ലാം ആരാണ്? ആനന്ദ സ്വരൂപികളാണ്. അത് എപ്പോഴാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉറക്കത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ആനന്ദം. പക്ഷെ നമ്മൾ ആനന്ദം അന്വേഷിച്ച് എവിടെ പോവുക? ഉള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ വസിപ്പതേ, ഉള്ളിലുറ്റു നോക്കുവിൻ മുകുന്ദരാമ പാഹിമാം. അല്ലെ, ഓടി ഓടി എങ്ങുമേ നടന്നിടേണ്ട ആരുമേ. ഇതൊക്കെ പോയിരുന്ന വീട്ടിൽ പോയിരുന്ന ബാക്കി ചൊല്ലിക്കോണം കേട്ടോ. അപ്പൊ അങ്ങനെ നീ സത്യമാണ്, നീ സത്യമാണെന്ന ജ്ഞാനം ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് ആനന്ദമാണ്. നീ സത്യം, ജ്ഞാനന്തം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്ക്. ഓതുന്ന മൊഴിയും നീ തന്നെ, വാക്കായിരിക്കുന്നത് നീ തന്നെയാണ്, വർത്തമാനകാലവും നീ തന്നെയാണ്, ഭൂതകാലവും നീ തന്നെയാണ്, ഭാവി. ഇത് വല്ലതും നമുക്ക് ബോധമുണ്ടോ? ഇല്ല. ഇതൊക്കെ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്നുള്ള ആ ഒരു അറിവിനെ സംശീകരിക്കണം. പിന്നെ അകവും പുറവും തിങ്ങുന്ന മഹിമാവാർന്ന നിൻപദം. ഭഗവാൻ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് ചോദിച്ചാല് ഭഗവാൻ ഇല്ലാത്ത വല്ല സ്ഥലം ഉണ്ടോ? അകവും പുറവും. നിങ്ങൾ പുരുഷ സൂക്തമൊക്കെ ചെന്ന് നോക്കുക, ഭഗവാൻ. അതുപോലെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമത്തിലൊക്കെ ആ നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ വിരാട് സ്വരൂപത്തെയൊക്കെ നമ്മൾ നല്ലപോലെ വർണ്ണിക്കുന്നുണ്ടല്ലേ. അപ്പൊ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ എന്ന് വിളിച്ചേ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണം വേണമെന്നാ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇങ്ങനെ 6 ഗുണമുള്ള ആളെ മാത്രമേ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഭഗവാൻ. അത് ഐശ്വര്യത്തിൽ തന്നെ പിന്നെ 8ആയിട്ട് തിരിക്കും. അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശത്വം, പശുത്വം, പ്രാപ്തി, പ്രകാശം. അപ്പൊ ഇതെല്ലാം വിളങ്ങി നിൽക്കുന്ന ആളെ മാത്രമേ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഭഗവാനെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ എന്ത് വിളിക്കുന്നു? ഭഗവാനെ. ജയിക്കുക മഹാദേവ, ദീന അവനപരായണ. അതൊന്നിച്ച് ചൊല്ലുമ്പോ ദീനാവനപരായണ നമ്മൾ ചൊല്ലുന്നു. പക്ഷെ പിരിക്കുമ്പോ ദീന അവന അവനം ചെയ്യുന്നതില്, ദീനന്മാരെ അവനം ചെയ്യുന്നതില് ശ്രദ്ധാലുവായിരിക്കുന്ന ഭഗവാനെ. ജയിക്കുക ചിദാനന്ദ. ചിത്തായി നിൽക്കുന്ന, ചിത് സ്വരൂപനായി നിൽക്കുന്ന, ആനന്ദ സ്വരൂപമായി എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ. ദയാസിന്ധു, ദയയുടെ കാരുണ്യക്കടലെ അങ്ങ് ജയിക്കുക. ഞങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഈ സപ്താഹം കഴിയുമ്പോൾ ആഴമേറുന്ന നിന്റെ മനസ്സാകുന്ന ആഴിയിലേക്ക് ഞങ്ങളാകവേ ആഴണം. പിന്നെ തിരിച്ചു വരരുതെന്നാട്ടോ ഇപ്പൊ പറയണ്ട. നമ്മൾ ഇനി തിരിച്ചൊരു വരവ് ആഗ്രഹിക്കരുത്. എന്ന് വെച്ചാല് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കണം. അതിനുള്ള ആ ഒരു അവസരമാണ് ഇതുപോലുള്ള സത്സംഗവേദികള്, സപ്താഹവേദികള്. അപ്പൊ നിങ്ങളുടെ സപ്താഹവേദിയില് വന്ന് വളരെ കുറച്ച് സമയത്തേക്ക് എന്റെ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയില് കൊണ്ടുവരാൻ സാധിച്ച
ഈ ഒരു മുഹൂർത്തത്തിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അത്രയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെയും അമ്മയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.